ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ എന്ത് വിളിക്കും? ആരെങ്കിലും എന്തെങ്കിലും പേരിട്ട് വിളിച്ചേ? എന്തെങ്കിലും പേരിട്ട്? അക്കൗണ്ടിങ്. ഓക്കെ, അക്കൗണ്ടിങ്. ശരി, കറക്റ്റ്. അക്കൗണ്ടിങ്ങിന്റെ ട്രാൻസാക്ഷൻ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് ചെയ്യാണ്. ഈ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് പറഞ്ഞ് പോവുകയാണ്. ഡേറ്റ്, വൗച്ചർ എന്താണ്, അവിടെ എന്താണ്, ഇവിടെ എന്താണ്, ലെഡ്ജർ എന്നുള്ള സാധനം ഒരു ബുക്ക്, ലെഡ്ജർ അക്കൗണ്ട് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിന്റെ രൂപം ലെഡ്ജർ രൂപത്തിൽ. ലെഡ്ജർ ക്യാഷ് എന്ന് പറഞ്ഞ കാരണം ക്യാഷ് പെട്ടി, ലെഡ്ജർ. അപ്പോൾ ആ ലെഡ്ജർ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നു. ബുക്ക് അല്ലെങ്കിൽ ലെഡ്ജർ അല്ലെങ്കിൽ നോമിനൽ, പേര് കൊണ്ട് സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നത്, പേര് കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഒക്കെ വെച്ചിട്ടുള്ള ഹെഡ് ഓഫ് അക്കൗണ്ടുകളൊക്കെ വരുന്നു. ഇതൊക്കെ പറഞ്ഞു വന്നു. എല്ലാവരും തറവാണ്, ആരും തെറ്റിക്കുന്നില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടാണ് നമ്മളത് തീർക്കാൻ പോണത്. ഈ ഭാഗം അറിയാവുന്ന കാലങ്ങളിൽ പിന്നെ നമ്മൾ കൂട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. ഫൈൻ. അപ്പം 9ാമത്തെ ട്രാൻസാക്ഷനിൽ വന്നിരിക്കുന്ന 18-ാം തീയതി പർച്ചേസിങ്. അപ്പം ഇത് ഞാൻ ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറഞ്ഞോ. പർച്ചേസിങ് ബുക്സ് ത്രൂ ശരി, ബുക്സ്. അപ്പോൾ ബുക്സ് എന്നൊരു ഇത് കൊടുത്തിരിക്കുന്നു. ഇത് ബാങ്ക്, ഇത് എങ്ങനെയാ? ക്യാഷ് ത്രൂ. ഞാനിവിടെ എഴുതിയതുണ്ടോ? പർച്ചേസിങ് ബുക്സ് ത്രൂ നെഫ്റ്റ്. എന്താ അതിന്റെ അർത്ഥം? അതൊരു ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഫണ്ട് ട്രാൻസ്ഫർ ആണ്. അപ്പൊ അതിന്റെ അപ്പൊ ക്രെഡിറ്റ് ഹെഡ് ഏതാ? ബാങ്ക്. ബാങ്ക്. അപ്പൊ നിങ്ങളുടെ എല്ലാം പെർമിഷനോട് കൂടി ഞാൻ ഈ ഡെപ്പോസിറ്റ് എന്നുള്ള വാക്കൊന്ന് മാറ്റിയിട്ട്, വേണ്ട അവിടെ കിടക്കട്ടെ, ഞാൻ പിന്നീട് മാറ്റാം. ഡെപ്പോസിറ്റിലെ വാക്ക് മാറ്റിയിട്ട് തൽക്കാലം ഞാൻ ബാങ്ക് എന്നാക്കാം. ബാങ്ക്. ഇതും നെഫ്റ്റ്. ഈ നെഫ്റ്റിനെ കുറിച്ചൊക്കെ അറിയണമെന്ന് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ എപ്പോഴായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഞാനിങ്ങനെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെഫ്റ്റ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ വന്നതാണ്. റിതീഷ് വന്നിട്ടില്ലല്ലോ. നമ്മുടെ ഫസ്റ്റ് സെഷനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു നെഫ്റ്റ്. RTGS കണ്ടോ? ഇവിടെ RTGS ഉള്ള വാക്കുണ്ട്, ഇവിടെ നെഫ്റ്റ് എന്നുണ്ട്, ഇവിടെ ഞാൻ ഇന്റർനെറ്റ് ബാങ്കിങ് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഞാൻ ചെക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബാങ്കിനെ കുറിച്ച് നമുക്കൊരു സംസാരിക്കാം കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ. ശരി, നിങ്ങളത് ഓർപ്പിക്കണം എന്നെ വേണമെങ്കിൽ. അപ്പോൾ എമൗണ്ട് 10,000 അല്ലേ? ഓക്കെ, ഫൈൻ. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, അതായത് അഡ്വർടൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു നമ്മുടെ ഋഷികേഷ്. അവൻ്റെ സാധനം ഒരു പത്രത്തിലെ പരസ്യമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പരസ്യം കൊടുത്തിട്ട് ഒരു ഒരു പോസ്റ്ററോ ഒരു ബ്ലോക്കോ എന്തെങ്കിലും ഇട്ടിട്ട് എവിടെയും പരസ്യം ചെയ്യുന്നു. അപ്പോൾ പരസ്യം ചെയ്ത ആൾക്കാർക്ക് കാശ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ബാങ്ക് ത്രൂ ഇത് എന്താ കൊടുക്കണ്ടേ? അഡ്വർടൈസ്മെന്റ്. ശരി, വെരി ഗുഡ്. ബാങ്ക് അല്ലേ? അതെ, ത്രൂ ബാങ്കാണ്. അനന്തുവേ ബാങ്ക് അക്കൗണ്ട് സാറേ. ബാങ്ക് വായിച്ചില്ല. നല്ലോണം വായിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, 20,000. അപ്പൊ അവിടെയും പറയണം. ഇവിടെ ഒരു വാക്ക്, ഇതിന്റെ അർത്ഥമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇംപ്രസ്ഡ് അഡ്വാൻസ് ഗിവൺ ടു ഋഷികേഷ്. ഋഷികേഷാണ് ഇതിന്റെ. ഇപ്പൊ അവൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഈ സ്ഥാപനത്തിൽ. അവനാണ്, അവന്റെ സ്ഥാപനമാണ്, അവൻ വർക്ക് ചെയ്യുന്നു, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സ്ഥാപനം. ഇംപ്രസ്ഡ് അഡ്വാൻസ് ഗിവൺ ടു ഋഷികേഷ് എന്താണ്? ഇംപ്രസ്ഡ് അഡ്വാൻസ് എന്താ? നിങ്ങൾക്ക് വല്ല അറിയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞോളൂ. മെയിൻ കാഷ്യർ ചീഫ് കാഷ്യർക്ക് മാസത്തിന്റെ ഒരു തുടക്കത്തില് ഇത്ര കാശ് കൊടുക്കും. അത് അവസാനാവുമ്പോഴേക്കും എത്ര ഉണ്ടെന്ന് മെയിൻ കാഷ്യറിന്റെ അടുത്ത് കാണിക്കേണ്ടതാണ് ഇംപ്രസ്റ്റ് സിസ്റ്റം പറയണത്. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രസ്റ്റ് അഡ്വാൻസ് ഗിവൺ ടു ഋഷികേഷ്. പറഞ്ഞോ, നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു. സോറി, അല്ലറ ചില്ലറ ചെലവുകളല്ലേ മിസ്ലേനിയസ് എക്സ്പെൻസ്? മിസ്ലേനിയസ് എക്സ്പെൻസ് നമ്മൾ മിസ്ലേനിയസ് എക്സ്പെൻസ് എന്ന് എഴുതും. ഇവിടെ എഴുതിയേക്കണ ഇംപ്രസ്ഡ്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വേണമെങ്കിൽ പറഞ്ഞു, അറിയണവർ പറഞ്ഞു, നമുക്കത് ക്ലിയർ ചെയ്യാം.
ഞാൻ എഴുതിയേക്കണ ഇങ്ങനെയാണ്, ഇംപ്രസ്ഡ് അഡ്വാൻസ് ഗിവൺ ടു ഋഷികേഷ് എന്നാണ് എഴുതിയത്. പറഞ്ഞോ. വേഗം പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് അറിയേണ്ടത് അറിയാത്തത് പറഞ്ഞോ. ഇംപ്രസ് അഡ്വാൻസിനെ കുറിച്ച് അറിയണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അത് വെറുതെ ഹെഡ് ഓഫ് അക്കൗണ്ട് എഴുതി പോയാൽ മതിയോ? എന്നാ അറിയണം. വെരി ഗുഡ്. അപ്പം അനന്തു അല്ലേ ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയത്? അനന്തു സംസാരിക്കൂ, കേക്കട്ടെ. നമ്മള് കേക്കട്ടെ. സാർ, മെയിൻ കാഷ്യർ ഒരു മാസത്തിന്റെ ആദ്യ ദിവസം ചീഫ് കാഷ്യർക്ക് ഒരു 200 രൂപ കൊടുത്തിട്ടുണ്ട് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു മാസത്തിന്റെ അവസാനം ഈ ചീഫ് കാഷ്യർ മെയിൻ കാഷ്യർക്ക് തന്റെ ചീഫ് കാഷ്യറിന്റെ കയ്യിൽ നിന്ന് എത്ര കാശ് ചെലവായി എന്നുള്ളതിന്റെ കണക്ക് കാണിക്കേണ്ടത്. അതിനെയാണ് ഇപ്പൊ ഇംപ്രസ്റ്റ് സിസ്റ്റം നമ്മൾ പറയാറ്. അത്രയുള്ള സാറേ. ശരി, ഓക്കെ, ഫൈൻ. പലയിടത്തും പല തരത്തിലൊക്കെ പറയുന്നത്. ഇപ്പൊ നീ പറഞ്ഞ ഇപ്പൊ ആ കൂടെ ഞാനിപ്പോ അനന്തു പറഞ്ഞതിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഒരു കാര്യം ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളൊരു സ്ഥാപനത്തിൽ ആൾക്കാർക്ക് നമ്മൾ സ്ഥാപനത്തിൽ പലതരത്തിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നമ്മളൊരു സാധനത്തിന്റെ ഒരു സാധനം ചാർജ് കൊടുക്കുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും. അയാൾക്ക് നമ്മൾ ഇപ്പൊ മാർക്കറ്റിംഗ് ആൾക്കാരെയൊക്കെ ആലോചിച്ച് നോക്കുക. അയാൾ മാർക്കറ്റിംഗ് സെയിൽസിൽ നടക്കുന്ന ആൾക്കാർ, അവർ ഓഫീസിൽ വരും. അവർ ചിലപ്പോൾ വൺസ് ഇൻ എ മന്തോ ഒക്കെയാണ് വരുന്നുണ്ടാവുക. കാരണം അവരെപ്പോഴും സെയിൽസ് ഫീൽഡിലായിരിക്കും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തുന്നത്. നമ്മളിപ്പോൾ പല സ്ഥാപനത്തിലും നമ്മുടെ വീട്ടിൽ സർവീസിനൊക്കെ വരുന്ന ആൾക്കാരില്ലേ, സർവീസ് സപ്പോർട്ടിന് വരുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിൽ വല്ല സാധനങ്ങളൊക്കെ കേടായി കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പമ്പ് കട, അങ്ങനെ അവരൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഇവിടുന്ന് വന്നു, അവിടുന്ന് ഒരു ദിവസം 8 കോളോ 9 കോളോ പല സ്ഥലത്തൊക്കെ പോയി ആൾക്കാരെ കാണേണ്ടി വരും. ആൾക്കാരെ കാണണം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ അവർ ബൈക്ക് എടുത്തിട്ട് പെട്രോൾ അടിച്ച് അവർ പിന്നെയും പോകും. പിന്നെ അവിടെ പോയിട്ട് ചിലപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ സാധനം വാങ്ങിക്കണം. അപ്പോൾ അവർ അത് നമ്മൾ തന്നെ വാങ്ങിക്കണം, കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞ കാശല്ല. അപ്പോൾ ആ സാധനം വാങ്ങിച്ചിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ അവർ പിറ്റേ ദിവസം അവർക്ക് ഓഫീസിൽ വരാൻ പറ്റില്ല, പിറ്റേ ദിവസം അവർക്ക് കോട്ടയത്തായിരിക്കും. അങ്ങനെ കോട്ടയത്ത് പോയിട്ട് അത് ചെയ്ത് അവർ രാത്രി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് അവരുടെ സർവീസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് വർക്ക് തൃശ്ശൂരായിരിക്കും. അപ്പോൾ അവർ തൃശ്ശൂരിലേക്ക് പോകുന്നു. ഇങ്ങനെ അവസാനം 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം 1 മാസം കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ ഒന്ന് ഓഫീസിലേക്ക് അവർ വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ ശമ്പളത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ കാശിൽ നിന്ന് കാശ് കൊടുത്തിട്ട് അവർ കമ്പനിക്ക് വേണ്ടി കാശ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മറ്റേ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന കാശ്, പേഴ്സണൽ കാശിന് കൊടുക്കേണ്ട ആവശ്യം നോർമലി സ്ഥാപനങ്ങൾ വെക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ആൾക്കാർക്ക്, ഇങ്ങനത്തെ ചില പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അവരൊരു അഡ്വാൻസ് കൊടുത്ത് വെക്കും. ഇപ്പം നമ്മുടെ അനന്തു പറഞ്ഞത് മെയിൻ കാഷ്യർ മറ്റേ കാഷ്യറിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റും ഉണ്ട്. അതിപ്പോൾ നമ്മൾ ആ ലെവലിലേക്കൊന്നും ഈ സ്ഥാപനം വന്നിട്ടില്ല. അതായത് അനന്തു പറഞ്ഞ ഇത്രയാണ്, ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ മെയിൻ കാഷ്യർ, കുറേ കാഷ്യർസ് ഉണ്ടെന്ന് വെച്ചാൽ കുറേ കൗണ്ടർ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഒരു കാഷ്യറൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ആൾക്കാർക്ക് രാവിലെ എല്ലാ കൗണ്ടറിലും ക്യാഷ് പേ ചെയ്യുക. ഇപ്പം ബാങ്കിലേക്ക് പോയാൽ അങ്ങനെയാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല, ഒരു ക്യാഷ് കൗണ്ടർ ഒരു ക്യാഷ് കൗണ്ടർ ആയിരിക്കും, അവിടെ ക്യാഷ് പേ ചെയ്യാനും പറ്റുള്ളൂ, ക്യാഷ് വാങ്ങിക്കാനും പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, പല കൗണ്ടർ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓരോ ആൾക്കാർക്കും ക്യാഷ്, ഇപ്പോൾ ആദ്യം വരുന്ന ആളിനെ വന്നൊരു 1000 രൂപ കൊടുത്ത 200 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 1000 രൂപയെ കൊടുത്തെന്ന് വെച്ചോളൂ. 200 രൂപ പേ ചെയ്തിട്ട് അയാൾക്ക് 800 രൂപ ബാക്കി കൊടുക്കണ്ടേ? അപ്പോൾ ബാക്കി കൊടുക്കുമ്പോൾ ഇയാൾക്ക് കാശ് വേണ്ടേ ബാക്കി കൊടുക്കാൻ? അപ്പോൾ ഈ കാഷ്യർ വന്നിട്ട് ആ ആൾക്കാർക്ക് കുറച്ച് കാശ് ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കും. നിങ്ങളിത് വെച്ചോ, ഇത് വെച്ചോ എന്ന് പറയും. അത് അയാളുടെ ഒരു അക്കൗണ്ടിലേക്ക് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്. അവസാനം അയാൾ അതിന് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ അയാൾക്ക് എല്ലാം കിട്ടിയിട്ട് തിരിച്ചയാൾ ഏൽപ്പിക്കുന്നതാണ് ഇപ്പോൾ അനന്തു പറഞ്ഞത്. അതിനെ ഇംപ്രസ്റ്റ് അതിനെ വിളിക്കും, അതിനും ഇംപ്രസ്റ്റ് എന്ന് വിളിക്കും. ഓരോ സ്ഥാപനത്തിൽ നമുക്ക് ഇതുള്ള പോലെ വിളിക്കാമല്ലോ. അപ്പോൾ അതിനെയും വിളിക്കും, തെറ്റൊന്നുമില്ല, പ്രശ്നമില്ല. മെയിനായിട്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്, അപ്പോൾ അതുകൊണ്ട് അനന്ത് പറഞ്ഞത് ഒരു അഡ്വാൻസിൻ്റെ രീതിയാണ്.
മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് അവരുടെ കയ്യിൽ നിന്നും എക്സ്പെൻസ് വരുന്ന സാധനത്തിനെ അഡ്വാൻസ് ആയിട്ട് നീ വെച്ചോ, ഇന്ന ആള് യു ക്യാൻ ഋഷികേഷ് യു കീപ് 5,000 rupees 5,000 rupees കയ്യിൽ വെച്ചോ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും, പെട്രോൾ അടിക്കേണ്ടി വരും, ഒരു സ്ഥലത്ത് അങ്ങോട്ട് പോകേണ്ടി വരും, വല്ല സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നീ ബില്ല് പിന്നെ സബ്മിറ്റ് ചെയ്താൽ മതി. യു ഗീവ് ദ ബിൽ ലേറ്റർ. അപ്പോൾ നമുക്ക് ആ നിന്റെ കയ്യിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ, അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം കയ്യിൽ കാശ് വെച്ചോ, ആ കയ്യിൽ അപ്പോൾ കയ്യിൽ ആളുടെ കയ്യിലേക്ക് കൊടുത്തേക്കല്ലേ കാശ്, അതിൻ്റെ അത് അക്കൗണ്ട് ചെയ്യണ്ടേ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ് എന്ന് പറയോ? ആ റൈറ്റ്. അപ്പൊ എല്ലാവർക്കും ശിവനന്ദയ്ക്ക് മനസ്സിലായോ? യെസ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇംപ്രസ്റ്റ് എന്നൊക്കെ നോർമലി ഒരു സ്ഥാപനത്തിൽ അത് നോർമലി എംപ്ലോയീസിന് കൊടുക്കുന്നതാണ്. എംപ്ലോയീസ് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് വല്ല ഓഫീസിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് കയ്യിൽ നിന്ന് കാശ് പോകാതെ ഓഫീസിലെ സാധനം അവരുടെ കയ്യിൽ നേരത്തെ അഡ്വാൻസ്. പക്ഷേ എത്ര കാശ് ചിലവാകുമെന്ന് ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ അവർക്കൊന്നും ചിലവാവില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് ചിലവാകുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അഡ്വാൻസ് വെച്ചോ എന്ന് പറഞ്ഞു. ഇവിടെ ഋഷികേഷാണ് ഈ സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് നടത്തുന്നതും പുറത്ത് ആൾക്കാരെ പോയി കാണുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവന് എന്ത് ചിലവ് വരുന്നത് അത് അവന്റെ കയ്യിൽ നിന്ന് അവന് എടുക്കേണ്ട ആവശ്യമില്ല, അത് സ്ഥാപനം കൊടുക്കുകയാണ്. നീ 5,000 രൂപ ഋഷികേഷ് വെച്ചോ, നമുക്ക് എപ്പോഴെങ്കിലും മാസം വന്ന് അല്ലെങ്കിൽ രണ്ട് പറയുക, ഒരു പക്ഷേ മാസം അവസാനം സെറ്റിൽ ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ ഈ മാസം അവസാനം സെറ്റിൽ ചെയ്യാന്നുള്ളൊരു ഇതിൽ കൊടുത്തിരിക്കുന്നു. ഫൈൻ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ആ ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഇനി ട്രാൻസാക്ഷൻ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനിവിടെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഐ എം വെരി ഷുവർ നിങ്ങൾക്ക് അറിയാം, പേര് മാത്രം പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പേരിട്ടു, ഇംപ്രസ്റ്റ് അഡ്വാൻസ് ഇട്ടിട്ട് ഞാൻ എത്ര രൂപ ഇടണം? അല്ല എന്താ ഇവിടെ എന്ത് എഴുതണം? ക്രെഡിറ്റിൽ എന്ത് എഴുതണം? ക്രെഡിറ്റിൽ എന്ത് എഴുതണം? ക്രെഡിറ്റിൽ എന്ത് എഴുതണം? പറഞ്ഞോളൂ. എനിബഡി ക്യാൻ കം ഇൻ. ക്രെഡിറ്റിൽ എന്ത് എഴുതണം? ലയബിലിറ്റി. ക്രെഡിറ്റിൽ എന്ത് എഴുതണം? പറഞ്ഞോളൂ. അല്ല അതെ, ഋഷികേഷ് എന്തോ ലയബിലിറ്റി എന്ന് പറഞ്ഞു. ട്രാൻസാക്ഷൻ ആണെന്ന് ഓർക്കുക. ഞാൻ കാര്യം പർപ്പസ് മനസ്സിലായില്ലേ? ഋഷികേഷിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 2,000 രൂപ കൊടുത്തേക്കാണ്, കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. വെടി കിട്ടിയാ? പറഞ്ഞ വഴി കിട്ടിയാ? സാർ അവിടെ കൃഷികേശ് വരും. ഒരു മിനിറ്റ്. ഋഷികേഷ് എന്നാണ് ഹെഡിന്റെ പേര്? ആണോ വേണ്ടേ? ഋഷികേഷ് എന്ന് ആരോ പറഞ്ഞു, എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നിനെയും പറയണ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. അല്ല വിനായക, നീ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഞാനൊരു സാധനം പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങളത് ആലോചിച്ച്. ഞാൻ എന്താ പറഞ്ഞത്? ഋഷികേഷ് എന്ന് പറയുന്ന ആള് ആണ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പുറത്ത് പോയി ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അവന് കുറെ എക്സ്പെൻസസ് വരും. അതുകൊണ്ട് അവന് ഒരു അഡ്വാൻസ് കയ്യിൽ കൊടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവനൊരു അഡ്വാൻസ് കയ്യിൽ കൊടുക്കുന്നു, അതിൽ ചിലവ് വരികയാണെങ്കിൽ ചിലവ് മീറ്റ് ചെയ്തോളാം പറഞ്ഞു. അപ്പൊ എന്താണ് കൊടുത്തത് അവന്റെ കയ്യിൽ? ഋഷികേഷിന്റെ കയ്യിൽ ക്യാഷ് അല്ലേ കൊടുത്തത്? നിങ്ങൾ ഋഷികേഷിന്റെ കയ്യിൽ ഋഷികേഷിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഋഷികേഷിനെ ഏൽപ്പിട്ട് എന്താ കാര്യം? ഋഷികേഷിന്റെ കയ്യിൽ ഋഷികേഷിനെ ഏൽപ്പിക്കുമോ? എന്തായി? ഞാൻ വേണം ഋഷികേഷിന് എന്താ വേണ്ടത്? ക്യാഷ്. വല്ല ആവശ്യത്തിന് വേണ്ടി ക്യാഷ് വേണം, വേണ്ടേ? ശരിയല്ലേ? am I right? ഇവിടെ വേണമെങ്കിൽ ഇംപ്രസ്റ്റ് അഡ്വാൻസ് ഋഷികേഷിന് വേണമെങ്കിൽ എഴുതാം. ഇംപ്രസ്റ്റ് അഡ്വാൻസ് ഋഷികേഷിന് വേണമെങ്കിൽ ഇപ്പൊ എന്താ എവിടെയാ ഇതുപോലെ വന്നേ? ക്യാപിറ്റൽ ഋഷികേഷിന് വേണ്ട, ക്യാപിറ്റൽ എന്ന് വേണ്ട ഋഷികേഷിന് ഒരു പേജ് തുടങ്ങില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ലെഡ്ജർ അക്കൗണ്ട്. അപ്പൊ ഋഷികേഷിന് ഒരു പേജ് തുടങ്ങുന്നു പറഞ്ഞില്ലേ? അതേപോലെ ഇംപ്രസ്റ്റ് അഡ്വാൻസിൽ നാളെ കുറേ സ്റ്റാഫ് വരുമ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേജ് ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ ഋഷികേഷിന് ഒരു പേജ് ആവാം. ഈ ഹെഡിൽ വേണമെങ്കിൽ ഋഷികേഷിന് ഒരു പേജ് ഉണ്ടാവാം. ഞാൻ പേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഇന്നലത്തെ കണ്ടിന്യൂ ചെയ്യാണ് ഞാൻ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇവിടെ ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. ഋഷികേഷിന് ക്യാഷാണ് വേണ്ടത്, നോ ഡൗട്ട്. അപ്പൊ 2,000. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. സിബിലിക്കും ശിവനന്ദയ്ക്കൊക്കെ ക്ലിയർ ആയെന്ന് വെച്ചുകൊണ്ട് ഒരാളെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ, നമ്മളിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. വി ആർ ജസ്റ്റ് 8 or 10 persons ഹിയർ. അപ്പോൾ ഓരോരുത്തർക്കും ക്ലിയർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആരും മുങ്ങിപ്പോണ്ട ആവശ്യമില്ല. ഫൈൻ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മിൻ, നമുക്ക് പറഞ്ഞ് നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനുള്ള ടൈം നമുക്കുണ്ട്. സതീഷ് അതിനുള്ള ടൈമും ഷെഡ്യൂളൊക്കെ നമുക്ക് തരും, അതൊന്നും പ്രോബ്ലം ഇല്ല. ബട്ട് തിങ് ഈസ് നമ്മൾ ക്ലിയർ ആയിട്ടേ പോവുള്ളൂ മുമ്പോട്ട്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. ഡോണ്ട് വറി.
എന്തും ചോദിക്കാം, എന്തും ചോദിക്കും. ഫൈൻ. അപ്പോൾ അത് ഋഷികേഷിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കാണ്. ഇങ്ങനെ കൊടുത്തോ, കാശ് കൊടുത്തോ. അപ്പോൾ ഋഷികേഷ് സ്വാഭാവികമായിട്ട് ഇതിന്റെ കണക്ക് എപ്പോഴെങ്കിലൊക്കെ ഏൽപ്പിക്കേണ്ടി വരും. ഋഷികേഷേ, നീ ഇതിന്റെ കണക്ക്, കാരണം നിനക്ക് ഇത്ര തന്നിരിക്കുന്നു എന്നുള്ള ഒരു ലെഡ്ജർ ഇവിടെ ഓപ്പൺ ആയി അല്ലേ വിഷ്ണു? കറക്റ്റ് അല്ലേ ഞാൻ പറയണത്? സിബിലി ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇവിടെ ഒരു ലെഡ്ജർ ഓപ്പൺ ആവുക ചെയ്തേ. ഒരു ഇംപ്രസ് അഡ്വാൻസ് ഒരു ബുക്ക് വാങ്ങിച്ച് ഒരു ലെഡ്ജർ, ഐ മീൻ ഞാൻ കമ്പ്യൂട്ടറിന്റെ ആംഗിളിലല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് കമ്പ്യൂട്ടറിൽ ഒരു ഇംപ്രസ് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഒരു ടേബിൾ തുടങ്ങി. ആ ടേബിളിലേക്ക് ഋഷികേഷ് എന്ന് പറഞ്ഞ എൻട്രി പോയി കഴിഞ്ഞു. ഒരു പേജ് ഋഷികേഷിന്റെ ഒരു റെക്കോർഡ് പോയി കഴിഞ്ഞു. അതിൽ 2000 രൂപ ഋഷികേഷിന് കൊടുത്തു എന്ന സാധനം ഡേറ്റ് ഇന്ന ഡേറ്റിൽ വെച്ചിട്ട് കിടക്കുകയാണ്. അത് ഋഷികേഷിന് വെറുതെ കൊണ്ടുപോയി ഫുഡടിക്കാനൊന്നും പറ്റില്ല. അതിന്റെ കണക്ക് ഇവിടെ ഏൽപ്പിക്കണം. ഓക്കെ, ഫൈൻ, വണ്ടർഫുൾ. ഇനി 28-ാം തീയതി ആയപ്പം സാലറി പെയ്ഡ് ടു ഋഷികേഷ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ? സാർ അവിടെ ഡെബിറ്റില് സാലറി, ശരി, ക്യാഷ് ക്രെഡിറ്റ് സാറേ. നമ്മുടെ അടുത്തുനിന്ന് ക്യാഷ് പോവുക ചെയ്തത്, നമ്മൾ പെയ്ഡ് അല്ലേ ചെയ്തത്, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ്. സാലറി ക്യാഷിൽ കൊടുക്കുന്നില്ല നമ്മളിപ്പോ സ്ഥാപനത്തിന്റെ, നമ്മൾ ത്രൂ ബാങ്കേ കൊടുക്കുള്ളൂ. ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനാണ്. നമ്മുടെ ക്യാഷ് ആയിട്ട് സാലറി കൊടുക്കാനില്ല, ഉദ്ദേശിക്കുന്നില്ല. മൊത്തം എല്ലാം ബാങ്ക് വഴിയല്ലേ സാറേ? എല്ലാം ബാങ്ക് വഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ നമ്മളെല്ലാം വാങ്ങിക്കുമ്പോൾ ബാങ്ക് വഴി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് സാർ? ബാങ്ക് വഴിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറഞ്ഞോളൂ, അപ്പൊ എന്താണ് ഹെഡ് എന്ന് പറഞ്ഞോളൂ. ബാങ്ക് സാറേ. ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഋഷികേഷിന് സ്ഥാപനം ഋഷികേഷിന് സാലറി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ ഋഷികേഷിന്റെ സ്ഥാപനം, ഋഷികേഷിന് സാലറി, അപ്പോൾ ഋഷികേഷ് ആരാണ്? അപ്പോൾ പിന്നെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ആരാണെന്ന്. ക്യാപിറ്റൽ കൊണ്ടിരിക്കുന്ന ഋഷികേഷിന് സാലറി. അപ്പോൾ ഋഷികേഷ് ആരാണ്? മുതലാളിയാണോ തൊഴിലാളിയാണോ? അല്ലോ അതോ മുതലാളിയും തൊഴിലാളിയും അല്ലാത്തൊരു വേറൊരു സങ്കര ഇനമാണോ? അങ്ങനെ വല്ല സംശയമൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? എന്ത് സംശയം? ശിവനന്ദക്കില്ല. ശിവനന്ദ പറഞ്ഞ ആര്? ഋഷികേഷ് ആരാ? എൻറ്റിറ്റി. വണ്ടർഫുൾ. അപ്പൊ എന്താ ശിവനന്ദ ഉദ്ദേശിച്ച കാര്യം? ഒരു വലിയ സെന്റൻസ് പറഞ്ഞോളൂ. ഒരു സെന്റൻസ് പറഞ്ഞോളൂ. ഇത് ആരാ ഈ ഋഷികേഷ് ആരാ? കമ്പനി വേറൊരു എൻറ്റിറ്റി, ഋഷികേഷ് വേറൊരു എൻറ്റിറ്റി അല്ല. അപ്പോ സൂപ്പറായി. അതായത് നമ്മുടെ ശിവനന്ദ ഉദ്ദേശിച്ചത് ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഋഷികേഷ് അല്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ശിവനന്ദ ഹാസ് മേഡ് ദാറ്റ് മോർ ക്ലിയർ. ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് എന്തായാലും ഋഷികേഷ് അല്ല. ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് ഋഷികേഷേ അല്ല. ഋഷികേഷായിട്ട് യാതൊരു ബന്ധവും ആ സ്ഥാനത്തിലില്ല. യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻ എന്തായാലും ഋഷികേഷ് അല്ല. അത് വേറെ എവിടെയോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഋഷികേഷ് ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത പോലെ ഇതും എവിടെയോ കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ എന്ത് സ്ഥാപനമാണ്, എന്ത് ടൈപ്പ് സ്ഥാപനമാണ് അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വേറൊരു എൻറ്റിറ്റിയാണ്. അത് ക്ലിയർ ആയിക്കൊള്ളാം. ഈ ഋഷികേഷ് മറ്റേ ഋഷികേഷ് അല്ല. ഇത് ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് ആണ്. മറ്റേത് വെറും ഋഷികേഷാണ്. അപ്പോൾ അത് രണ്ടാണല്ലോ ഒന്ന്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ശിവനന്ദ, ഐ എം ഗോയിങ് അഗൈൻ. വിഷ്ണു, ശിവനന്ദ, എവരിബഡി ആർ ഹിയർ. സിബിൽ, അർച്ചന, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇത് ഋഷികേഷ് ആയിരുന്നല്ലോ. ഇത് ഋഷികേഷ് ആയിരുന്നില്ലേ? ഋഷികേഷ് ഒരു പേജ് തുടങ്ങിയില്ലേ? ഇവിടെ ഋഷികേഷിന് ഒരു പേജ് തുടങ്ങിയില്ലേ? ഐ തിങ്ക് എവരിബഡി ആർ വിത്ത് മീ ഓൺ ദിസ്. ആ ഋഷികേഷ് തന്നെയാണോ ഈ ഋഷികേഷ്? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. ആ ഋഷികേഷ് തന്നെയാണോ ഈ ഋഷികേഷ്? ഇത് ഋഷികേഷിന് പേര്. നാളെ വിഷ്ണു വന്ന് ഇതിൽ ക്യാപിറ്റൽ ഇട്ടാൽ വിഷ്ണുവിനും ഒരു ലെഡ്ജർ കിട്ടും. സിവിൽ വന്ന സിവിലിംഗ് കിട്ടും, അനന്തൂരിനും കിട്ടും, അർച്ചനയും കിട്ടും. ക്യാഷ് കൊണ്ടുവരുന്ന ആളാണ്. ക്യാഷ് കൊണ്ടുവന്ന ആളല്ലേ? എന്താ മോളെ? എന്താ സിവിലി? ഈ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്ന ആളാണ് ഋഷികേഷ്. ഋഷികേഷ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഓ മൈ ഗോഡ്, എന്റെ നെറ്റ്വർക്ക് പോകണ്ടോ? ഇല്ലല്ലോ. അത് കേൾക്കാമല്ലോ അല്ലേ? കേട്ടൂടെ?
യെസ് സർ. സാർ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത് നമ്മൾ പറഞ്ഞു, സിവിലി പറഞ്ഞു, വി ആർ ക്ലിയർ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ടാക്കി, ആ ഹെഡിലേക്ക് ഋഷികേഷ് ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ട് ഋഷികേഷിന് ഒരു പേര് തുടങ്ങി. ഋഷികേഷിന് ക്യാപിറ്റൽ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് തുടങ്ങി. അതാണ് ഋഷികേഷ്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ അത് ക്ലിയർ, ദാറ്റ് ഇസ് ഗുഡ്. ഇനി ഈ സാലറി കൊടുത്തിരിക്കുന്ന ഋഷികേഷ്, ആ ഋഷികേഷും ഈ ഋഷികേഷും ഒരാളാണോ എന്ന് ഞാൻ ചോദിച്ചത്. ഒരാളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാണോ എന്നല്ല, ഒന്ന് തന്നെയാണോ നമ്മളെ സമയത്തോളം എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ അതെ 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 ആ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പറഞ്ഞു. സാലറി ഋഷികേഷ്, ഇന്നിപ്പോൾ സാലറി ഋഷികേഷ് മാത്രമേ ഉള്ളൂ. നാളെ വേറെയും കുറേ എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടാണ്. ഇത് ഋഷികേഷ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫാണ്. ഇത് ഒരാളാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ഋഷികേഷ് തന്നെയാണ് ആള്. ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് ആ ആളല്ല, അത് ഞാൻ പറഞ്ഞു. ഇത് ഈ ക്യാപിറ്റൽ കൊണ്ടുവന്ന ഋഷികേഷും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ഋഷികേഷ് തന്നെയാണ്. ഈ സാലറി വാങ്ങിച്ചു പോയിരിക്കുന്ന ഋഷികേഷിനെയാണ് ആള്. പക്ഷേ സ്ഥാപനത്തെ സംബന്ധിച്ചോളം ഇത് ഋഷികേഷ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡറാണ്. ഇത് ഋഷികേഷ് എന്ന് പറയുന്ന എംപ്ലോയി ആണ്. ഋഷികേഷ് എംപ്ലോയി ആവുന്നതിൽ ആരും തടസ്സപ്പെടുത്തുന്നില്ല. ഋഷികേഷ് ക്യാൻ ബി എൻ എംപ്ലോയി, അത് സ്ഥാപനം തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ ഋഷികേഷ് അവിടെ എംപ്ലോയി ആണ്. ഋഷികേഷിന് എംപ്ലോയി സാധാരണ എന്ത് എംപ്ലോയി പോലെയുള്ള ഒരു പ്രിവിലേജ് അവിടെ ഉള്ളൂ. അയാൾക്ക് സാലറി ഉണ്ടാവും, സാലറി സ്ട്രക്ചർ തീരുമാനിക്കും, സാലറി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഋഷികേഷിന് ഇംപ്രസ് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഋഷികേഷ് എന്നുള്ള സ്റ്റാഫ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഇംപ്രസ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നതും ഈ സാലറി കൊടുക്കുന്നത്. മറ്റേത് അതല്ല. ഋഷികേഷ് ഇത് ക്യാപിറ്റൽ കൊണ്ടുവന്ന ആളാണ്. മനസ്സിലായോ? വ്യക്തി ഒന്നാണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ചോളം രണ്ട് ഇതാണ്. എന്താ പറയുക, രണ്ട് ഹെഡാണ്, അല്ലെങ്കിൽ രണ്ട് ഹെഡാണെന്ന് ക്ലിയർ ആണ് ക്യാപിറ്റലിന്റെ പേര് കൊണ്ട് തന്നെ. അതിൽ ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരാൾ അക്കൗണ്ട് എന്ന് പറയുന്നത് ഋഷികേഷ്. അഡ്രസ്സൊക്കെ സെയിം ആയിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഋഷികേഷാണ്. ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഋഷികേഷിന്റെ ഷെയർ ഹോൾഡിംഗ് രൂപമാണ് ദശാവതാരം എന്നൊക്കെ പറഞ്ഞ പോലെ. ഇത് എംപ്ലോയി ആയിട്ടുള്ള ഋഷികേഷാണ്. നാളെ ഋഷികേഷ് തന്നെ ഈ സ്ഥാപനത്തിന്റെ ഒരു കസ്റ്റമർ ആയെന്ന് വെച്ചോ. അതായത് കുറേ സാധനം വാങ്ങിക്കുന്ന ഋഷികേഷ് തന്നെയാണെന്ന് വെച്ചു. അപ്പോൾ കസ്റ്റമറിൻ്റെ ഒരു പേജ് ഇതേപോലെ കസ്റ്റമറിന് കൊടുക്കുന്ന കുറേ ക്രെഡിറ്റും നമ്മുടെ ഒക്കെ പല പ്രിവിലേജൊക്കെ ഉണ്ടെന്ന് വെച്ചു. കസ്റ്റമറിന് കൊടുക്കുമ്പോൾ കസ്റ്റമർ ഇങ്ങോട്ട് തരും, കാശ് തരും, സർവീസ് തരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കും, ചിലപ്പോൾ കസ്റ്റമറിന് ക്രെഡിറ്റ് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുകയും. അപ്പോൾ ഋഷികേഷ് എന്ന കസ്റ്റമറാണത്. മനസ്സിലായോ? ഇതെല്ലാം വേറെ വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, അല്ലെങ്കിൽ എൻറ്റിറ്റികളാണ് നമ്മളെ സംബന്ധിച്ചോളം. ഓക്കെ, ക്ലിയർ ആയോ? എൻറ്റിറ്റി എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കരുത്. ക്ലിയർ ആയോ? രണ്ട് എൻറ്റിറ്റി ആണോ ഇതില്? ഇവിടെ ഞാൻ എൻറ്റിറ്റി എന്നുള്ള വാക്ക് പറഞ്ഞത് ഇവിടെ വേറൊരു ആംഗിളിൽ നിന്നുണ്ട്. എൻറ്റിറ്റി എന്നുള്ളത് നമ്മുടെ എൻറ്റിറ്റി എന്നുള്ള വാക്കിനെ അക്കൗണ്ടിങ് സിസ്റ്റമായിട്ട് കണ്ടാൽ മതി. അത് കാരണം ഈ എൻറ്റിറ്റി എന്നുള്ള വാക്ക് ഞാൻ എടുത്തത് എൻ്റെ വാക്കല്ല കേട്ടോ. ഈ എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ള സാധനം അക്കൗണ്ടിങ്ങിന്റെ ഒരു ജനറൽ ഇന്ത്യയിലത്തെ വേൾഡ് ഓവർ എനിക്കറിയില്ല. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ ചിലപ്പോൾ വേൾഡ് ഓവർ ആയിരിക്കും. എൻറ്റിറ്റി ഞാൻ പറഞ്ഞില്ലേ, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, എൻറ്റിറ്റി കൺസെപ്റ്റ്, എന്താണ് പറഞ്ഞത്, ഡുവൽ അക്കൗണ്ടിങ്, അതല്ലെങ്കിൽ എന്താണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ സ്റ്റാൻഡേർഡ് വാക്കുകളാണ്. അവിടെ എൻറ്റിറ്റി എന്ന വാക്കുണ്ട്. ആ എൻറ്റിറ്റി ഈ ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് വേറെ എൻറ്റിറ്റി ആണെന്നുള്ളത്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ച എൻറ്റിറ്റി എന്നുള്ള ഞാനിപ്പോൾ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു കമ്പ്യൂട്ടറൈസേഷനും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ഒരു പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ വിളിക്കുന്ന വാക്കാണ് ഇതിനെ ഡിഫറെൻറ്റ് എൻറ്റിറ്റി, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ പറയില്ലേ, ഒരു സ്ഥാപനത്തിൻ്റെ മുകളിൽ സ്റ്റേക്ക് ഉണ്ട്, അതായത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ. ഈ സ്ഥാപനത്തിൻ്റെ ഭാഗധേയം അത് വളരുന്നതനുസരിച്ച് വളരുകയും അത് തളരുന്നതനുസരിച്ച് തളരുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സ്ഥാപനം വളരുന്നതനുസരിച്ച് വളരുകയും തളരുന്നതനുസരിച്ച് തളരുകയും ഒക്കെ ചെയ്യുന്ന, അത് ഈ സ്ഥാപനത്തിന്റെ ഭാവി എൻ്റെ ഭാഗധേയവും തീരുമാനിക്കുമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലൊന്നാണ് ഋഷികേഷ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ.
ഈ സ്ഥാപനം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഋഷികേഷ് എന്ന ഷെയർ ഹോൾഡറിന് ഒരുപാട് ലാഭവും പ്രോഫിറ്റിന് ഷെയറും ഒക്കെ കിട്ടും. അതിനുവേണ്ടിയാണ് ഋഷികേഷ് ചെയ്തിരിക്കുന്നത്. ഋഷികേഷ് എന്നുള്ള എംപ്ലോയി, അതുപോലെ പല എംപ്ലോയീസ് ഉണ്ടാവാം, അവരും ഈ സ്ഥാപനത്തിന്റെ ഭാഗധേയത്തിൽ ഭാഗമായിട്ടുള്ള ആളാണ്. നന്നായിട്ട് സ്ഥാപനം പോയാൽ എനിക്ക് നല്ല സാലറി കിട്ടും. അവിടെ ഋഷികേഷിന്റെ ഇത് സാലറി കിട്ടുന്നുള്ളതാണ്. കുറച്ചാൾ കഴിയുമ്പോൾ ഋഷികേഷ് ഈ സ്ഥാപനത്തിൽ എംപ്ലോയി ആവേണ്ടാവും, വേറെ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാം. ഋഷികേഷിന് ഈ സ്ഥാപനം എപ്പോൾ വേണം ഒരു എംപ്ലോയി എന്നുള്ള സാധനം രാജിവെച്ച് വേണ്ടാന്ന് വെച്ചിട്ട് ഋഷികേഷിന് പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാം, ഗൾഫിലേക്ക് പോവാം. അപ്പോൾ ഋഷികേഷ് ഈ സ്ഥാപനത്തിന്റെ റോളിൽ നിന്ന് മാറും. അപ്പോഴും ഋഷികേഷ് ക്യാപിറ്റൽ ആയിട്ടുള്ള ഋഷികേഷ് അവിടെ കിടക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഋഷികേഷ് സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള വാക്കെടുക്കുകയായിരിക്കും ശിവനെന്താ നല്ലത്. അപ്പോൾ ഋഷികേഷ് ഇത് എഗെയിൻ ഒരു എംപ്ലോയി എന്ന രീതിയിൽ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഭാഗധേയം അനുസരിച്ച്, ഭാവിയുടെ അനുസരിച്ച് സ്വന്തം ഇത് നിർണ്ണയിക്കപ്പെടുന്ന ഒരു എംപ്ലോയിക്ക് കൂടുതൽ വന്നാൽ എനിക്ക് നല്ല സാലറി കിട്ടും, പ്രൊമോഷൻ കിട്ടും, കൂടുതൽ അവസരങ്ങൾ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടും, ഒക്കെ ചെയ്യും. ഇനി കസ്റ്റമർ ഉണ്ട്. കസ്റ്റമറും ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. എന്താണ്? നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രീമിയം കസ്റ്റമർ ആവും. അപ്പോൾ നന്നായിട്ട് സർവീസ്, എനിക്ക് നല്ല സർവീസ് കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സിനും നമുക്ക് ഒരു സ്ഥാപനം, നമ്മൾ നിരന്തരമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം നന്നായിട്ട് വളരുമ്പോൾ കസ്റ്റമേഴ്സും സന്തോഷിക്കും. കാരണം വെരി ഗുഡ്, അപ്പോൾ എനിക്ക് ഇനി ആ സാധനം തളർന്നു പോയി കഴിഞ്ഞാൽ, എനിക്ക് സർവീസ് തന്നുകൊണ്ടിരിക്കുന്ന സാധനം തളർന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ സർവീസ് വെള്ളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒരു എൻറ്റിറ്റി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പല ആൾക്കാരും അതിലേക്ക് ചുറ്റിപ്പറ്റി അവരുടെ ഭാഗമായും നിർമ്മിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള വാക്കാണ്. നല്ല വാക്കാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ വേർഡ്. നിങ്ങൾക്കൊക്കെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന വാക്കാണ്. ദിസ് എ വണ്ടർഫുൾ വേർഡ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ പറയില്ലേ, ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു വലിയ ഒരു ക്വാറി വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിസ്ഥിതി സാധനം ചെയ്യുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ഒരു സ്ഥലത്ത് വരികയാണ്, ഒരു ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിൽ ഇൻഡസ്ട്രി വരുമ്പം അവിടുത്തെ പല ആൾക്കാർ, ആ ഗ്രാമത്തിലെ ജനങ്ങൾ അതിൽ വലിയൊരു പ്രശ്നമുണ്ട് അവർക്ക്. കാരണം അവിടെ എന്ത് വരും, അവിടെ കുഴിക്കും, അവിടെ പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാവാം എന്നൊക്കെ പറയുമ്പോൾ അവരെയും നിങ്ങൾ കോൺഫിഡൻസ് എടുക്കണം. പരിസ്ഥിതി ആഘാത പഠനം എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ ആർക്കൊക്കെയാണ് അതിൻ്റെ മുകളിൽ ഒരു സാധനം വരുമ്പോഴുള്ള സ്റ്റേക്ക്, ആരുടെയൊക്കെ ജീവിതത്തെ അത് സ്വാധീനിക്കും, അവരെയൊക്കെ നമ്മൾ കാണുന്ന ഒരു വാക്കാണ്, ജനറൽ വാക്കാണ് ഇത്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ആ ആംഗിളിലാണ് ഞാൻ പറഞ്ഞത്. ഋഷികേഷ് എന്ന് പറയുന്ന സാലറി വാങ്ങിച്ച ആളെ എൻറ്റിറ്റി എന്ന വാക്ക് ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. അയാളൊരു സ്റ്റേക്ക് ഹോൾഡറാണ്, എംപ്ലോയി എന്ന രീതിയിലാണ് അയാളുടെ റോള്. മറ്റേത് ഋഷികേഷ് എന്നുള്ള ക്യാപിറ്റൽ കൊണ്ടുവന്ന ആളാണ്. ക്ലിയർ? ആൾസോ ഇതില് ഈ രണ്ട് റോളും ഇൻഡിപെൻഡന്റും ആണ്. അതായത് ഈ ഋഷികേഷിന് ഈ ഋഷികേഷ് ചെയ്യുന്ന ജോലിക്ക് എംപ്ലോയി ജോലിക്ക് പകരം വേറെ ആളെ വെച്ച് കഴിഞ്ഞാൽ ഋഷികേഷിന് ഇതായിട്ട് കണ്ടിന്യൂ ചെയ്യാം, ഓണറായിട്ട് കണ്ടിന്യൂ ചെയ്യാലോ. പിന്നെ അതാ പറഞ്ഞ രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. മീൻസ് ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. മാത്രമല്ല ഈ ഓണർ എന്നുള്ള നിലയ്ക്ക് ആ റോളിന് ചിലപ്പോ ഈ ഓർഗനൈസേഷൻസിൽ അവർക്ക് ഈ ഒരിക്കലും സാലറി അല്ല, വേറെ പല ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുക. അതായത് ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ സിറ്റിംഗ് ഫീസ് അല്ലെങ്കിൽ TA DA എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനീസിന് സാധാരണ കൊടുക്കും. അപ്പൊ ഈ സംഭവം ഇവിടെ പറഞ്ഞതിന് കൊടുക്കുന്നത് ഈ പറഞ്ഞ സ്പെസിഫിക് റോളിന് ജോലി ചെയ്യുന്നതിന് കൊടുക്കുന്നതും മറ്റേത് ആ ഡയറക്ടർ എന്നുള്ള ജോലി ചെയ്യുന്നതിന് കൊടുക്കണമാണ്. രണ്ടിനും രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെമ്യൂണറേഷൻ ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് ശരിക്കും. ക്ലിയർ ആയോ? യെസ്. അപ്പൊ രണ്ട് റോളിലാണ് ഋഷികേഷ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അതാണ് സതീഷ് പറഞ്ഞത്. അത് കൂട്ടിക്കുഴക്കേണ്ടതില്ല. രണ്ടിനും രണ്ട് സ്ഥാനമുണ്ട്. ഋഷികേഷ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഋഷികേഷിന് ഒരു മാർക്കറ്റിംഗ് ആളുടെ ജോലിയാണ്, അവിടെ പെർഫോം ചെയ്തില്ലെങ്കിൽ ഋഷികേഷിന് ജോലി ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്നതൊക്കെ സ്ഥാപനത്തിൽ തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ഫൈൻ. Now what is happening on the 5th of so Rishikesh has received his first salary, and but Rishikesh is not worried because he started this company. He is getting salary and his family is going on well. His father is happy because he has received his first salary. This is the job of Rishikesh. But still Rishikesh organization, he has taken a risk. He has invested 1 lakh. He has taken a risk so that whether this organization will go good or not, he doesn't know, but he's optimistic that it will go well. However, whether it goes well or not, whether it makes profit or not,
he's because he's working, he's taking his salary. Fine. Now comes on the 5th of March, our Rishikesh is coming and he's submitting some bills to the accountant. Rishikesh is submitting some bills to the accountant. Some petrol bills, that bills. I'm saying utility. Utility means പലതരത്തിലുള്ള petrol, that is maybe electricity or something. Electricity ഒക്കെ ഇന്ന് ഓൺലൈൻ അടയ്ക്കാം. ഞാൻ പെട്രോൾ എടുക്കും. Bills he is submitting and he is saying this I have paid from my interest advance. This I have paid from my interest advance. You please adjust it. Okay, fine. Come in. Debit, credit. ഇവിടെ നിങ്ങൾ you should say ആർക്കെങ്കിലും കയറി വരാം. Field open. Is my question clear? On the 5th of March, Rishikesh is coming to office and saying he's submitting some bills to the accountant, petrol bills and some other miscellaneous bills. We'll call it utility bills. And he's saying, I have paid this. I have paid this from my interest. The interest you have given me, 2,000 rupees. I have paid this 1,000 rupees. Debit utility bills. Utilities എന്ന് വിളിക്കാം. ഓക്കെ. Credit interest advance. നല്ലോണം ആലോചിച്ച് പറയണം. Amount is 1,000. So Shivananda says this transaction. Anybody can comment on this? Anybody can come. Anybody can say. Field is open to you. You can be for this, for Shivananda, against Shivananda. എന്ത് വെള്ളം നിങ്ങൾക്ക് പറയാം. അത് ഞാൻ വൈ ഐ എം ലീവിങ് ദിസ് ഓപ്പണേഴ്സ്. ഇവിടെയൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ദിസ് ഇസ് ഓൾ ക്ലിയർ ടു യു. ഐ എം ഷുവർ. ഇതൊക്കെ നിങ്ങൾ ഇന്നലെ ചെയ്ത് പോയി. ഐ നോ ഇറ്റ് ഇസ് വെരി ക്ലിയർ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു സാധനം കയറ്റിയതാണ്. സോ ശിവനന്ദ സേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ചെലവുണ്ട് സ്ഥാപനത്തിന്. അതിൽ ചെലവ് വന്നിരിക്കുന്നു. സോ ഈസ് ദിസ് കറക്റ്റ്? ഡെബിറ്റ് യൂട്ടിലിറ്റീസിൽ ചെലവ് വന്നിരിക്കുന്നു. ഈസ് ദിസ് കറക്റ്റ്? ഓരോ ഭാഗം എടുക്കും. Yes, sir. അർച്ചന ഈസ് സേയിങ് യെസ്. യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് അഡ്വാൻസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ വരിക? ഇവിടെ അഗൈൻ ഞാൻ പറയുന്നു സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നു. ഋഷികേഷ് 5-ാം തീയതി സ്ഥാപനത്തിലേക്ക് വരികയാണ്. ഋഷികേഷ് വാസ് ട്രാവലിംഗ് ഓൾ അലോങ്. ഈ സാലറി പോലും ഋഷികേഷ് എടുത്തിട്ടില്ല. ഋഷികേഷിന്റെ അക്കൗണ്ടിലേക്ക് സാലറി ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തത്. സ്ഥാപനം ഋഷികേഷിന്റെ അക്കൗണ്ടിലേക്ക്, ഋഷികേഷിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് വേറെ ഏതോ ബാങ്കിൽ, അങ്ങോട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഋഷികേഷിന്റെ സാലറി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ഋഷികേഷ് 5-ാം തീയതി സ്ഥാപനത്തിലേക്ക് വരുന്നു. ഋഷികേഷ് വാസ് ട്രാവലിംഗ്. ഋഷികേഷ് സ്ഥാപനം ഉണ്ടായി. He came to the സ്ഥാപനം and saying, and Rishikesh is saying, see, I have paid many petrol bills. All these days I have been traveling. Petroleum expenses have come to 1,000 rupees. I am submitting the bills which I have paid. This is the bill I have got from the petrol bunk. Okay, I have already paid this, and I have paid this from the advance you have given me. You have given me 2,000 rupees as advance, and you can adjust in that. അങ്ങനെ പറയാണ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആണോ എന്നുള്ള ചോദ്യത്തിന് ഇനി എന്താണ് അർച്ചനയ്ക്ക് അറിയേണ്ടത്? ബാങ്ക് അക്കൗണ്ടിലൂടെയാണോ പോയത്? യൂട്ടിലിറ്റീസിലെ കാശ് പെട്രോൾ ബില്ല് കൊടുത്തത് ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണോ? ഈസ് ഇറ്റ് ത്രൂ ബാങ്ക് അക്കൗണ്ട് അർച്ചന? ആണോ? മനസ്സിലായില്ല. ഓഹോ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഋഷികേഷ് വന്നു സ്ഥാപനം. അർച്ചന, സോ ഞാൻ ടേക്ക് ഓവർ ചെയ്യണേ. ഇൻട്രസ്റ്റ് അഡ്വാൻസ് ഋഷികേഷിന് കൊടുത്തു. ഇത് ക്ലിയർ ആയോ?
Rishikesh, this is given to Rishikesh on 20th. Rishikesh is going for a, he said, I am going for a marketing travel. കുറെ സ്ഥലത്ത് കുറെ ക്ലയൻസിനെ കാണാനുണ്ട് എനിക്ക്. ഐ എം ഗോയിങ് ടു ദാറ്റ്. ഇനി ഞാൻ സ്ഥാപനത്തിലേക്ക് മാർച്ച് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഐ വിൽ ബി കമ്മിങ് ടു ദ ഓർഗനൈസേഷൻ ഓൺലി ഔട്ട് 15 days. ഐ എം ഗോയിങ്, പ്ലീസ് ഗിവ് മീ സം മണി ബിക്കോസ് ഐ ഹാവ് മെനി എക്സ്പെൻസസ് ഓൺ ദ റോഡ്. എന്തൊക്കെയുണ്ട്, എനിക്ക് ഫുഡ് കഴിക്കണം, ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കണം, എനിക്ക് പെട്രോൾ അടിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ബൈക്കിനാണ് പോകുന്നത് അല്ലെങ്കിൽ കാറിലാണ് പോകുന്നത്, വാട്ട് എവർ ബി ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ സ്ഥാപനത്തിലുള്ള അഡ്വാൻസ് ക്യാഷ് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ സ്ഥാപനം ക്യാഷ് ഋഷികേഷിന് കൊടുത്തു 2000 രൂപ. എന്നിട്ട് ഋഷികേഷിൻ്റെ ഒരു ബുക്കിൽ എഴുതി ഋഷികേഷിന് 2000 രൂപ കൊടുത്തേക്കാണെന്ന്. ഇത് ഇവിടെ നടന്നിരിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഋഷികേഷ് 5-ാം തീയതി ഹി കെയിം ടു ദ ഓർഗനൈസേഷൻ. ഹി കെയിം ബാക്ക്. 5-ാം തീയതിയാണ് പിന്നെ ഋഷികേഷ് സ്ഥാപനത്തിൽ വരുന്നത്. ഋഷികേഷ് വന്നിട്ട് ഋഷികേഷ് പറഞ്ഞു, ഞാൻ ഐ വാസ് ട്രാവലിംഗ് ഫോർ ലാസ്റ്റ് 15 days ആൻഡ് ഐ ഹാവ് ഇൻകേർഡ് 1000 rupees എക്സ്പെൻസസ്. പെട്രോൾ അത് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബില്ലാണിത്. ഈസ് ഗിവിംഗ് ദാറ്റ് ബിൽ ടു ദ അക്കൗണ്ടൻറ്റ്. അതിൻ്റെയൊക്കെ ബില്ലാണ് എനിക്ക് വന്നിരിക്കുന്നതാണ് എന്ന് കൊടുത്തു. അപ്പം അക്കൗണ്ടന്റ് ഒരു കാര്യം ചെയ്യണം. ഇത് ഋഷികേഷിന് വന്ന ചെലവല്ലേ? ആം ഐ ക്ലിയർ? ഇത് സ്ഥാപനത്തിന്റെ ചെലവാണ്. ഋഷികേഷ് ആ കാശ് ചെലവാക്കിയൊക്കെയാണ് അല്ലേ? Is it, am I right? Yes, sir. Yes, sir. Clear. അപ്പോൾ ഞാൻ ഇതില്ലായിരുന്നു കൂട്ടുക. സപ്പോസ് ഈ 20th ട്രാൻസാക്ഷൻ ഇല്ലായിരുന്നു കൂട്ടുക. ദിസ് വാസ് നോട്ട് ദയർ. ഈ 11 ട്രാൻസാക്ഷൻ നമ്പർ 11 വൗച്ചർ നമ്പർ 11 ഇല്ലായിരുന്നു കൂട്ടുക. അങ്ങനത്തെ ഒരു സാധനം നടന്നില്ലായിരുന്നു കൂട്ടുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ഹാവ് ഹാപ്പൻ? ഇവിടെ എന്ത് സംഭവിക്കണം? 5-ാം തീയതി ഋഷികേഷ് ഈ ബില്ലൊക്കെ കൊണ്ടു തരുമ്പോൾ എന്ത് സംഭവിക്കണം? എന്തെങ്കിലും പറയൂ. ഋഷികേഷ് ഇത് നടന്നിട്ടില്ല. ഋഷികേഷ് ഇങ്ങനെ അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഋഷികേഷിന് ഈ അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഋഷികേഷ് വാങ്ങിച്ചിട്ടുമില്ല. പക്ഷേ ഋഷികേഷ് ഇസ് കമ്മിങ് ഓൺ 5th ആൻഡ് സെയിങ് കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ കുറെ ചെലവ് വന്നിട്ടുണ്ട്, 1000 രൂപ ചെലവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഹാപ്പൻ? ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കും. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ 1000 രൂപയല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് കയ്യിൽ ഋഷികേഷിന് പിന്നെയും യാത്ര ചെയ്യണമല്ലോ. ഞാൻ പറയുന്നു ക്യാഷ് കൊടുക്കും. കയ്യിൽ ക്യാഷ് ഉണ്ട്, സ്ഥാപനത്തിൽ ക്യാഷ് ഇരിക്കുന്നുണ്ട്. ഇത് ഋഷികേഷിന്റെ കയ്യിൽ ക്യാഷ് ചെലവായതാണല്ലോ. ശരിയാണോ? ആം ഐ റൈറ്റ്? അതെ. ഇത് ക്ലിയർ ആണ്. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. അർച്ചനയ്ക്കൊക്കെ ക്ലിയർ ആയില്ലേ? sir, clear. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ഋഷികേഷിന് ക്യാഷ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് അല്ലേ? ഋഷികേഷിന് നേരത്തെ. അപ്പൊ ഇനിയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിയാണോ? ഓൾറെഡി ഗിവൺ. സോ ഇനി ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ കൊടുത്തില്ലേ? ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ അഡ്വാൻസ് അല്ലേ? അതെ സാറേ. അപ്പൊ ഈ അഡ്വാൻസ് ഋഷികേഷ് തിരിച്ചു തരണ്ടേ? ഇത് ഡെബിറ്റ് ചെയ്തേക്കാണല്ലോ. ഋഷികേഷിന് ചെലവ് കൊടുത്തേക്കാണ്. അപ്പൊ ഋഷികേഷ് തിരിച്ചു തരണ്ടേ? ആ തിരിച്ചു തരണയിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇത് തിരിച്ചു വന്നതായിട്ട് കണക്കാക്കി. Am I right? Yes, sir. അതെ സാറേ. അർച്ചന മോളെ ക്ലിയർ ആണോ? sir. Is this clear? So ഇതാണ് സംഭവിച്ചത്. ഋഷികേഷ് has been given advance. ഋഷികേഷിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഋഷികേഷ് has given it back not as cash. ഇനി ഋഷികേഷ് യൂട്ടിലിറ്റി ബിൽ ഒന്നും പേ ചെയ്തിരുന്നില്ല എന്ന് വെച്ചോ. ഋഷികേഷ് യൂട്ടിലിറ്റി ബിൽസ് ഒന്നും പേ ചെയ്തിട്ടില്ല. ഋഷികേഷിന് ഒരു ചെലവും വന്നില്ല. ഋഷികേഷ് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. he didn't go anywhere. അഡ്വാൻസ് കൊടുത്തു. ഋഷികേഷ് എവിടെയും യാത്ര ചെയ്തില്ല. അവന് സുഖമില്ലായിരുന്നു, പനിയാണ്. he didn't go anywhere. 5-ാം തീയതി തിരിച്ചു വന്നിട്ട് ഋഷികേഷ് പറയാണ്, എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഋഷികേഷ് വേണമെങ്കിൽ ക്യാഷ് തിരിച്ചു തരും. അപ്പോൾ ആ സ്ഥാപനം ചോദിക്കും, എന്നാ പിന്നെ നിന്റെ അഡ്വാൻസ് തന്ന കാശ് തിരിച്ചു കൊടുത്താൽ ഋഷികേഷ് ചിലപ്പോൾ 2000 രൂപയും തിരിച്ചു കൊടുക്കും. ശരിയല്ലേ? ഇത് സംഭവിക്കാമല്ലോ. അപ്പോഴും കൊടുത്ത കാശ് തിരിച്ചു കിട്ടി. Am I right? Yes, sir. Yes, sir. So we have taken many cases. പക്ഷെ ഇവിടെ നടന്ന പ്രത്യേക കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷികേഷ് യാത്ര പോയി, പെട്രോളിനും കുറച്ച് ചെലവ് വന്നു, 1000 രൂപ ചെലവ് വന്നിട്ടുള്ളൂ. Now again ഋഷികേഷിന്റെ കയ്യിൽ 1000 രൂപ ഇനി ബാക്കിയുണ്ട്. Am I right? Yes, sir. അതെ സാറേ. So let us move forward. Yes, sir. Everybody okay? Perfect okay? Yes, sir. Okay, sir. അച്ഛനെ ഇത് പോരെ? Okay, fine. ഇനി let us go forward.
ഋഷികേഷ് അവൻ്റെ യാത്രയൊക്കെ നടത്തി മിടുക്കാനായിട്ട് പോയി, മാർക്കറ്റിംഗ് കുറേ ഇതൊക്കെ പിടിച്ചു, അവനൊരു ബിസിനസ് നടത്തി, അവർക്ക് സാധനം കൊടുത്തു. വണ്ടർഫുൾ. ഋഷികേഷ് എത്ര രൂപയാണ്? 1,00,000 രൂപയുടെ സാധനം കൊടുത്തു. എന്തോ കൺസൾട്ടൻസി എന്തോ സാധനമാണ്. കൊക്കോ സൊല്യൂഷൻസ് പറഞ്ഞാൽ പലതും ഉണ്ട്. അവൻ വാചോടിച്ച് അവരെ പഠിപ്പിക്കുക, എന്തൊക്കെ ട്രെയിനിങ് എന്തൊക്കെയോ കൊടുത്തു. എന്തെങ്കിലും ആവട്ടെ, ഋഷികേഷ് ചെയ്തു. അവർ ഫസ്റ്റ് പേയ്മെൻറ്റ് സ്ഥാപനത്തിനുള്ളിലേക്ക് നല്ല ഇൻകം വന്നു. 10-ാം തീയതി ആയപ്പോൾ തന്നെ ഋഷികേഷ് ആ സ്ഥാപനം, ഏതൊരു സ്ഥാപനം അവൻ കൊടുത്ത സർവീസിൻ്റെ ഭാഗമായിട്ട് കാശ് ഇത് വന്നു, ഇൻകം വന്നു. ബാങ്കിലേക്ക് അവർ ചെക്ക് തന്നു. ദേ ഹാവ് പെയ്ഡ്, ട്രാൻസ്ഫർ ടു ബാങ്ക്. നമ്മുടെ ബാങ്കിലേക്ക് ഋഷികേഷിൻ്റെ മാർക്കറ്റിംഗ് വഴി വന്നു. മാർക്കറ്റിംഗ് ഋഷികേഷ് പോയി സേവനം കൊടുത്തു, വർക്ക് ചെയ്തു, എല്ലാം ചെയ്ത് കാശ് വന്നു. യെസ്, പറഞ്ഞോളൂ. കം ഓൺ, ഡെബിറ്റ് ക്രെഡിറ്റ്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അവർ ഫസ്റ്റ്, ഈ സ്ഥാപനത്തിന്റെ ഫസ്റ്റ് ഇൻകം ആണ്. സാർ ബാങ്ക് വഴിയല്ലേ വന്നു? അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ വരിക? വെരി ഗുഡ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ബാങ്കിൽ വന്നു, ബാങ്കിൽ വന്നേക്കാ കാശ്. ശരി, ഗുഡ്. സർവീസസ്. വെരി ഗുഡ്. അപ്പം നമുക്ക് എന്താ വിളിക്കേണ്ടത്? സർവീസസ് എന്നാ. ഇൻകം ഫ്രം സർവീസസ് എന്ന് വിളിച്ചാലോ? ഇതന്നെ വിളിക്കാം, അല്ലെങ്കിൽ സർവീസസ് ഇൻകം. സാറേ വെറും സർവീസ് ആയാലും കുഴപ്പമില്ലല്ലോ, അതോ ഇൻകം അതിന്റെ ഒപ്പം വേണമെന്നുണ്ടോ? എടാ, നിനക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് എന്ത് പേരിടണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അങ്ങനെ ഇവിടെ കിട്ടിയോ? ഞാൻ തമാശ പറയല്ല. നമ്മള് ഇവിടെ എഴുതണ എന്താണ് നമ്മുടെ തീരുമാനം. നിന്റെ പേര് അനന്തു എന്നല്ലേ? നിനക്ക് സിബിലിയൊന്നും ഇടായിരുന്നല്ലോ. അത് നിന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചു അല്ലേ? ഇനി നിനക്ക് തന്നെ ഇനി വേണമെങ്കിൽ തീരുമാനിക്കും. നിനക്ക് പേര് മാറ്റാൻ വേണമെങ്കിൽ യു ക്യാൻ ചേഞ്ച് യുവർ നെയിം. അതറിയില്ലേ? പേര് മാറ്റാൻ ആരും അറിയില്ലേ? അതൊക്കെ മാറ്റാൻ വേണമെങ്കിൽ. അപ്പൊ നീ പ്രായം നിനക്ക് എന്ത് പേര് അനന്തു എന്ന് പറഞ്ഞാൽ നിനക്ക് വീട്ടിൽ പറയാം. എന്ന് വെച്ചാൽ നീ വീട്ടുകാരോട് ഇങ്ങനെയാണോ പേരിടണേ, ഇതാണോ ഒരു പേര്, ഇതൊരു പേരാണോ, ഇതില് ഇതില്ലേ മതം ജാതിയൊക്കെ അറിയണ പോലെ അല്ലേ? ഞാൻ അതൊന്നും അറിയേണ്ടാത്ത ആളാണ്, നല്ല മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് മറ്റേ വേറെ ഇതൊന്നും ഇല്ലാത്തൊരു പേരാണ് വേണ്ടത് നിനക്ക് ആഗ്രഹിച്ചാൽ നീ അവരോട് വഴക്കിടേണ്ട ആവശ്യമില്ല. ഡോണ്ട് കോറൽ വിത്ത് യുവർ പാരന്റ്സ്. നീ പോയിട്ട് നിന്റെ പേര് മാറ്റിയാൽ മതി. വണ്ടർഫുൾ, ഗ്രേറ്റ്. പേരൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ സർവീസസ് എന്ന് പറഞ്ഞു. ആരാ? നമ്മുടെ ശിവനന്ദയും ആനന്ദവും അതിൽ സ്റ്റേ ചെയ്യാണ്. എമൗണ്ട് ഇസ് ഇറ്റ് ക്ലിയർ? ലെറ്റ് us go. 31-ാം തീയതി ആയി. മാർച്ച് 31-ാം തീയതി. മാർച്ച് 31-ാം തീയതി ആയപ്പം ബാങ്ക് അക്കൗണ്ടിലെ നമ്മുടെ ബാങ്കിലെ പാസ്ബുക്ക് ഒക്കെ വാങ്ങിച്ചു. നമ്മുടെ ബാങ്ക് ഉണ്ടല്ലോ, ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടെ പോയിട്ട് നമ്മുടെ ഇടയ്ക്ക് പോയി പാസ്ബുക്ക് ഒക്കെ ഉണ്ടല്ലോ. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ വീട് ടോൾഡ് അബൌട്ട് പാസ്ബുക്ക് ഒക്കെ ഇല്ലേ? വി ടോൾഡ് നോ? സോ ആ പാസ്ബുക്ക് ബാങ്ക് വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പം വി ചെക്ക് ദ പാസ്ബുക്ക്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്കുള്ള ഈ ബാങ്ക് എന്ന് പറയുന്ന ഈ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ അതിന്റെ പാസ്ബുക്ക് ഉണ്ട്. കറക്റ്റ് അല്ലേ? റൈറ്റ്. ഇതൊക്കെ നമ്മുടെ സംബന്ധിച്ച പാസ്ബുക്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാങ്കിൽ ലെഡ്ജറും ഉണ്ട്. ബാങ്കിൽ വേറെ ലെഡ്ജർ വെക്കുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ പാസ്ബുക്ക് ഉണ്ട്. വി ആർ ഹാവിംഗ് പാസ്ബുക്ക്. റിതീഷ്, വി ആർ ഹാവിംഗ് പാസ്ബുക്ക് ഫോർ ദിസ് ആൻഡ് ഇത്. അപ്പൊ ഇത് നമ്മൾ വി നോ ഈ കാശ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മൾ പാസ്ബുക്ക് കിട്ടി. നമ്മൾ 31st പോയിട്ട് പാസ്ബുക്ക് പതിപ്പിക്കുക എന്ന് പറയും. ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. പാസ്ബുക്ക് പ്രിന്റ് ചെയ്തെടുത്ത് വാങ്ങിക്കും. അല്ലെങ്കിൽ ഇന്റർനെറ്റ് കയറിയിട്ട് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ പാസ്ബുക്ക് വേണമെങ്കിൽ ബാങ്കിൽ പോയി പ്രിന്റ് ചെയ്യാം. ഓർ യു ക്യാൻ ഗോ ടു ദ ഇന്റർനെറ്റ് ആൻഡ് യു ക്യാൻ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി പാസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. എന്തെങ്കിലും ഇപ്പൊ പലതും ഓപ്ഷൻ ഉണ്ട്. പണ്ടൊക്കെ ബാങ്ക് പാസ്ബുക്ക് പോയി പതിപ്പിക്കുകയൊക്കെ വേണം. ഇപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും, എടുക്കും. അപ്പൊ എന്തായാലും 31-ാം തീയതി പോയി ഇത് എടുത്തപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്. ബാങ്കിൽ ഞാൻ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദ വേർഡ് ഐ യൂസ്ഡ്, റീകൺസിലിയേഷൻ? ഡു യു റിമെമ്പർ? വൺ ഡേ ഐ യൂസ് ഈ എൻറ്റിറ്റി പറയുമ്പോൾ ഞാൻ റീകൺസിലിയേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഓർമ്മയുണ്ടോ? ഐ തിങ്ക് ഇൻ ദിസ് ഷീറ്റ് അല്ലേ, റീകൺസിലിയേഷൻ. അത് ഞാൻ മറിച്ച് കളഞ്ഞു. ഇവിടെ ഞാൻ റീകൺസിലിയേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അതായത് നമ്മൾ വേറെ എൻറ്റിറ്റിയുമായിട്ട് വി വിൽ ബി ഡൂയിങ് ട്രാൻസാക്ഷൻസ്. പർട്ടിക്കുലർലി നമ്മുടെ ബാങ്ക് ഇതിനൊക്കെ വേറെ കണക്ക് വയ്ക്കുന്നുണ്ട്. അവർ ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് ഈസ് കീപ്പിംഗ് ദെയർ ഓൺ ലെഡ്ജർ.
അത് ബാങ്ക് ഇസ് എ ഡിഫറെന്റ് എൻറ്റിറ്റി. നമ്മളും പാസ്ബുക്കിലൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലും നമ്മളും കണക്ക് വെച്ച് പോകുന്നുണ്ട്. ഇത് ഇവിടെ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു, ഇത് നമ്മുടെ കണക്കാണ്, ബാങ്കിൽ കൊണ്ടുപോയി കാശ് ഇട്ടു, ഫർണിച്ചറിന് വി ഗേവ് എമൗണ്ട് ഫ്രം ദ ബാങ്ക്, ക്യാഷ് ചെക്ക്, ഇത് പിന്നെയും കാശ് വിഡ്രോ ചെയ്തു ബാങ്കിൽ നിന്ന്, ഇത് നമ്മൾ ബാങ്കിൽ ലോൺ വന്നു നമുക്കറിയാം, ഇതും നമ്മൾ ബാങ്കിൽ ലോൺ വന്നു എന്ന് അറിഞ്ഞു, ബാങ്കിൽ പാസ്ബുക്ക് നോക്കി പറഞ്ഞു, മെഷീനറിക്കാരന് ചിലവ് കൊടുത്തു, ഇങ്ങനെയൊക്കെ പലതും നടന്നുണ്ട്. ബാങ്ക് ലോൺ തന്ന ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിൽ ഈ ബാങ്ക് ലോൺ വന്നപ്പോൾ നമുക്കറിയാം ബാങ്കിൽ വന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ബാങ്കും കണക്ക് വയ്ക്കുന്നുണ്ട്. അവസാനം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനം നമ്മൾ റിക്കൺസൈൽ ചെയ്യണം. ഇത് ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പണിയാണ്. ഇത് നമ്മളൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഒരു സാധനം ചെയ്യുന്ന, ഇപ്പം നിങ്ങൾ പലയിടത്തും ചോദിച്ചാൽ റിക്കൺസിലേഷൻ ഇസ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നൊക്കെ പറയും. വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ്, ടേക്ക് ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാങ്കുകാരെ എന്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത്, അതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ബാങ്കുകാർ നമ്മളും പറഞ്ഞ സാധനം ഒരേപോലെ റിക്കൺസൈൽ ആയോ എന്ന്, ഹാസ് ദാറ്റ് സിങ്ക്ഡ്, അത് സിങ്ക് ചെയ്തോ, അതോ നമ്മൾ കാണാത്ത എന്തോ അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ വാട്ട് വി ഹാവ് നോട്ട് അക്കൗണ്ടഡ് ഹാസ് കം ദെയർ. ഒന്നെങ്കിൽ ഇറ്റ് മേ ബി എ പേയ്മെന്റ് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് വന്നതായിരിക്കാം. ഇങ്ങനെ ചെക്ക് ചെയ്യും. ഇത് 31 ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ബാങ്കുകാർ 31 തീയതി ആയതുകൊണ്ട് ഇൻട്രസ്റ്റ്, ബാങ്കിന്റെ ലോണിന് ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞു. നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടല്ലോ, ആ ലോണിന്റെ ഇൻട്രസ്റ്റ് പിടിച്ചു 3000 rupees. വേറൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞു, എന്താ വെച്ചാൽ ഇത് കണ്ടോ, നമ്മൾ ബാങ്കിലെ അക്കൗണ്ട് ഉണ്ടല്ലോ അതിന് ഇൻട്രസ്റ്റ് കിട്ടി. വി ടുക്ക് ലോൺ, ബാങ്ക് ഡിഡക്റ്റഡ് ഇൻട്രസ്റ്റ്. വി ഹാവ് അവർ ബാങ്ക് അക്കൗണ്ട് ദെയർ, ബാങ്ക് ഹാസ് ടു ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, അത് മതി. ഇതൊക്കെ നമ്മൾ ഈ റിക്കൺസിലേഷൻ വേണ്ടി എടുത്തപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ ഇൻട്രസ്റ്റ്, ലോണിന്റെ ഇൻട്രസ്റ്റ്, ഈ ലോൺ എന്നുള്ള ഡിഫറെന്റ് ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്, ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തു. നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസിനനുസരിച്ച് ഇൻട്രസ്റ്റിന്റെ പോളിസി ഉണ്ട്, ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും ചെയ്തു. ഇൻട്രസ്റ്റ് കിട്ടിയത് 1000 rupees ആണ്. നമ്മുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു 3000 rupees. ഫൈൻ. രണ്ടിന്റെയും പറഞ്ഞോളൂ ട്രാൻസാക്ഷൻ, വേഗം കമോൺ. ഇൻട്രസ്റ്റ്, ബാങ്ക് അക്കൗണ്ട്, ബാങ്ക്, ക്രെഡിറ്റ് ബാങ്ക്. ക്രെഡിറ്റ് ബാങ്കാണ് സാറേ. ഓക്കെ ഫൈൻ. ക്രെഡിറ്റ് പിടിച്ചാൽ മതി, മറ്റേത് കിട്ടിക്കോളും. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലോണിൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തു എന്നർത്ഥം. കണ്ടാ, വാട്ട് യു ഹാവ് സെഡ് ഇസ് കറക്റ്റ്. കാരണം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇസ് എൻ എക്സ്പെൻസ്, അതൊരു നമ്മൾ കൊടുക്കേണ്ടി വന്നു, കൊടുത്തു, ബാങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു. സോ ദിസ് ഇസ് ഫൈൻ, ദിസ് മേക്സ് സെൻസ്. യു ആർ ഓൾ, നിങ്ങൾ തറവായി അക്കൗണ്ടിങ്ങിൽ. ഇപ്പം അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നൗ യു ക്യാൻ വർക്ക് ആസ് എൻ അക്കൗണ്ടന്റ്. വെറും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ ജോലിയിൽ എക്സ്പെർട്ട് ആവാം. ഞാൻ ഉറപ്പ് പറയാണ്. ഞാനും കുറേ ആൾക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിട്ടുള്ള ജോലിയൊക്കെ കയറാൻ പറ്റും. പക്ഷെ നിങ്ങൾ അവിടെ നിർത്തരുത്, നിങ്ങൾ അതിനേക്കാൾ അതുക്കും മേലെ. അപ്പം ഇനി ബാങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടി. കമോൺ, ഇൻട്രസ്റ്റ് വി റിസീവ്ഡ് ഫോർ അവർ ഡെപ്പോസിറ്റ്. സാറേ മറ്റേ ഡെബിറ്റില് നമ്മൾ ബാങ്ക് എഴുതണം. ഫൈൻ. നീ പേരിട്ടോ? സാർ ഇൻട്രസ്റ്റ് ആണോ? ആ അല്ല, ഇൻട്രസ്റ്റ് ആണ് സാറേ. ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് 1000. ഇത് രണ്ടാണേ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ കൊടുത്തു, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടി. ഫൈൻ. ഓക്കെ, പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഋഷികേഷിന് സാലറി കൊടുക്കാൻ സമയമായി. 31st. It's time for Rishikesh to pay the salary of Rishikesh. അക്കൗണ്ടന്റ് നോക്കിയപ്പം ഋഷികേഷിന്റെ കയ്യിൽ 1000 രൂപ, ഋഷികേഷിന്റെ കയ്യിൽ 1000 രൂപ എന്തുണ്ട്? ഇൻട്രസ്റ്റ് അഡ്വാൻസ്. ഇൻട്രസ്റ്റ് അഡ്വാൻസ് അവിടെ കിടക്കുകയാണ്. അവൻ തന്നിട്ടില്ല. അവൻ 2000 രൂപ കൊണ്ടുപോയിട്ട് we have given him 2000. He has just submitted bills of 1000 rupees.
ബാക്കി അവൻ്റെ കയ്യിൽ തന്നെ കിടക്കുകയാണ്. അത് അങ്ങനെ കിടക്കാൻ പാടില്ല. ഒരാളുടെ കയ്യിൽ ഒരു മാസത്തിനപ്പുറമോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും അങ്ങനെ കിടക്കാൻ പാടില്ല. എപ്പോഴും ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കണം, അതാരായാലും. സോ ഇറ്റ്സ് ടൈം ടു റിക്കവർ ഇറ്റ്. അപ്പോൾ ഒന്നെങ്കിൽ ഋഷികേഷ് കൊണ്ടുവന്ന് കാശായിട്ട് കൊണ്ടുവന്ന് അടയ്ക്കണം, ശരിയല്ലേ? ഈസ് നോട്ട് സബ്മിറ്റിംഗ് എനി ബിൽ. ഒന്നെങ്കിൽ ഋഷികേഷ് കാശായിട്ട് കൊണ്ട് അടയ്ക്കണം. ബട്ട് അങ്ങനെ അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു, കാരണം ദിസ് ഇസ് ഓൾറെഡി 31st. ഋഷികേഷ് സാലറി കൊടുക്കേണ്ടതാണ്. അപ്പം കമ്പനി തീരുമാനിച്ചു, we can refund this advance from Rishikesh's salary and pay the balance only to Rishikesh. We can refund the interest advance from Rishikesh's salary and pay the balance to Rishikesh. Fine? അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? Is my point clear? Is the situation clear? Everybody, is the situation clear? കേൾക്കുന്നില്ലല്ലോ, ക്ലിയർ ആയിട്ടില്ലെന്ന് അർത്ഥം. Yes, sir. മനു ഉണ്ടോ അവിടെ? Yes, sir. Manu, is the situation clear? Yes. Fine. Ridish, situation clear ആണോ? Ridish, is the situation clear? Yes, sir. Yes, 1,000 rupees is still with Rishikesh. He has to refund. He has to repay it, but we are not collecting it as cash from him. We have decided that when you are giving the salary, we will take this amount and then only we'll give the salary. Fine? Yes, sir. Okay, come on. പറഞ്ഞോളൂ. ഡെബിറ്റ് ക്രെഡിറ്റ്. അർച്ചന, നസീബയുടെ ശബ്ദം ഇന്ന് കേട്ടേയില്ല കേട്ടോ. നസീബ, വിഷ്ണുവിൻ്റെ ശബ്ദം വിഷ്ണുവിൻ്റെ ഇടയ്ക്ക് കേട്ടു. നസീബ പറയൂ. നസീബ, come on. sir. Yes, come in. രണ്ട് സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ഋഷികേഷിന് സാലറി has to be given, but we have decided that we will recover the 1,000 rupees which is with him as interest advance from his salary and give the salary and give the balance salary. Interest advance. എനിക്ക് വേണ്ടത് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ വെച്ചുള്ള സംസാരം വേണം. Interest advance is debit. ഓക്കെ, ഇവിടെയാണോ? ഓക്കെ. Rishikesh salary is credit. Rishikesh salary is credit. Okay. Amount 1,000. Okay, fine. ഇനി ഋഷികേഷിന് ബാക്കി സാലറി കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? പറഞ്ഞോളൂ. ഇതാ ഇൻട്രസ്റ്റ് തിരിച്ചു പിടിച്ച കാര്യമല്ലേ പറയണേ നസീബ? വെയിറ്റ്. ഇൻട്രസ്റ്റ് തിരിച്ചു പിടിച്ച കാര്യമല്ലേ പറയണേ? അതെ സർ. ഓക്കെ, ഇനി മറ്റേത് പറയൂ. തിരിച്ചു പിടിച്ചു, പക്ഷെ ഋഷികേഷ് സാലറി കൊടുക്കേണ്ട സമയമായി, അതും കൊടുക്കണം. അതാണിത്. സാലറി ഈസ് ഡെബിറ്റ്. ഓക്കെ സർ, ബാങ്ക് ത്രൂ ബാങ്ക് അല്ലേ? എമൗണ്ട് ഋഷികേഷ് സാലറി 40,000 ആണേ. 1000 കുറച്ചിട്ട് എത്ര കൊടുക്കണം? 39,000. ഫൈൻ. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സർ, ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് അഡ്വാൻസ് സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഡെബിറ്റ് സാലറി, ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് അഡ്വാൻസ്. നമ്മുടെ നസീബ, ഇതാണ് വന്നിരിക്കുന്ന അഭിപ്രായം. ദിസ് ട്രാൻസാക്ഷൻ ഒന്ന് തിരിഞ്ഞുപോയി, തലതിരിഞ്ഞുപോയി. എന്ത് പറയണോ നസീബ? തിരിഞ്ഞു പോയല്ലേ? ഇവിടെ ഇൻട്രസ്റ്റ് അഡ്വാൻസ് കൊടുക്കുക ചെയ്തേ അല്ലേ? തിരിഞ്ഞുപോയി സർ. യെസ്, കുഴപ്പമില്ല. അങ്ങനെ ലോകത്ത് എത്രയോ ഫിലോസഫികളെ തിരിച്ചിട്ടിട്ടുണ്ട്. 2 പുതിയ ഫിലോസഫി വന്നിട്ടുണ്ട്. ഫൈൻ. എവരിബഡി ഓക്കെ? യെസ് സർ. എവരിബഡി ഫൈൻ. മനു,
Yes, sir. വിഷ്ണു ഫൈൻ താങ്ക് യു ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് അപ്പോൾ ഇവിടെ 39,000 അതാണ് ഞാൻ എമൗണ്ട് എഴുതാറുന്നത്. അപ്പോൾ വേണ്ട ഋഷി സാലറി രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ സാലറി 40,000 ക്ലിയർ ആയി, ആ മാസത്തേക്കും കൊടുത്തു. ഇനി ഇത് പ്രാക്ടിക്കലായിട്ട് ഇതിന് വേറെ ചില ഹെഡുകളൊക്കെ കയറി വരും കേട്ടോ. സാലറി പേയബിൾ എന്നൊക്കെ പറഞ്ഞ ഹെഡൊക്കെ വരും. അതൊന്നും നമ്മളിപ്പോൾ ഈ ലെവലിൽ നോ നീഡ് ടു ഡിസ്കസ്. അതൊക്കെ സംതിങ് എൽസ്. അത് ഞാൻ അതിൻ്റെ ഒരു സൂചന ഞാൻ തരും നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് ക്ലാസ് ഞാനിരിക്കും. വേറൊരു കൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ്, പല കൺസെപ്റ്റിൽ പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ലാസ്റ്റ് നമ്മൾ ലോൺ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയാണ്. 10 lakhന് ലോൺ വന്നിട്ടുണ്ട്, അതിൽ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയാണ്. വി ആർ ഗിവിങ് ത്രൂ ബാങ്ക്. കാരണം എന്താ, നമുക്ക് ഇൻകം വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ വന്നുകൊണ്ട് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കേണ്ട, ബാങ്ക് പിടിക്കേണ്ടത് പിടിക്കും. ബാങ്കിലെ സിസ്റ്റം അനുസരിച്ച് ഇൻട്രസ്റ്റും കൊടുക്കണം. 1 ലക്ഷം രൂപയുടെ റീപേയ്മെന്റ് നടത്തുന്ന സമയമായി. 1 lakh. പറഞ്ഞോളൂ വിഷ്ണു. സർ, ഡെബിറ്റ് ലോൺ, ക്രെഡിറ്റ് ബാങ്ക്. എന്തായിരുന്നു ക്രെഡിറ്റ് ബാങ്ക്. ഫൈൻ. എത്രയായിരുന്നു? 1 ലക്ഷം രൂപ. ഇസ് ദിസ് കറക്റ്റ് എവരിബഡി? ഓക്കെ? യെസ് സർ. ഒന്നും പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതില്ല. കാരണം ലോൺ വന്നപ്പോൾ കണ്ടോ, ക്രെഡിറ്റ് വന്നിരിക്കുന്നു, ബാങ്കിൽ ലോൺ വന്നു. ഇതായിരുന്നു ലോൺ വന്നപ്പോൾ വന്നത്. ലോൺ തിരിച്ചു കൊടുക്കുമ്പോൾ അത് തന്നെ തിരിച്ചു സംഭവിച്ചു. ഫൈൻ. ഇപ്പോൾ നമ്മളൊരു സംഭവം സംഭവിച്ചു. ഓക്കെ, ഞാൻ ഒരു ചെറിയ കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വിരാമത്തിലേക്ക് എത്തും. നമുക്കിത് എത്ര ഇനി ശരി, ഞാൻ പോവാണ്. 31 മാർച്ച് 31 1-4 2-4 കഴിഞ്ഞില്ല. 5-4 ഇതിനൊരു അന്ത്യം വേണോ? 8-4 ഇതിനൊരു അന്ത്യം ഉണ്ടാവണ്ടേ? ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് എവിടെ അവസാനിപ്പിക്കും? എൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഞാൻ എങ്ങനെ 19, 20, 21 ഇതിനൊരു അവസാനം ഉണ്ടോ? ഇതിന് അല്ലെങ്കിൽ എന്തോ ഒരു അർദ്ധവിരാമോ, അർദ്ധവിരാമം മീൻസ് കോമയോ, കുത്തും കോമയോ, ഒരു പങ്ക്ച്വേഷനോ, ഒരു ഫുൾ സ്റ്റോപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സാർ അക്കൗണ്ടിങ് പീരീഡ് എന്താ പറഞ്ഞേ? അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട് സാർ. അക്കൗണ്ടിങ് പീരീഡ് പുതിയ വാക്ക് വരുന്നു. പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ. അക്കൗണ്ടിങ് പീരീഡ് എന്താണത്? അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്താണത്? എനിക്ക് പറയാനുള്ളത് പറയാം. അനന്തു ക്യാൻ സേ വാട്ട് ഹി മെന്റ് ബൈ. അവൻ പുതിയ കൺസെപ്റ്റ് ഉണ്ടാക്കുകയാണ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്, എൻറ്റിറ്റി കൺസെപ്റ്റ്, ഡുവൽ എൻട്രി കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡുവൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഇതായി പുതിയ കൺസെപ്റ്റ്. ഇന്ന് പുതിയൊരു കൺസെപ്റ്റ് കയറുകയാണ്. ആ കൺസെപ്റ്റിന്റെ പേരാണ് അവൻ പറയുന്നു അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. എന്താണത്? എന്താണത്? അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. സാർ, വർഷാവസാനം സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയും. എൻഡ് ഓഫ് ദി ഇയർ. നീ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ എഴുതാണ്. എൻഡ് ഓഫ് ദി ഇയർ, ഫിനാൻഷ്യൽ പൊസിഷൻ, കുറേ വാക്കുകൾ ഞാൻ എഴുതാണ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, എൻഡ് ഓഫ് ദി ഇയർ, ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താണ് എൻഡ് ഓഫ് ദി ഇയർ? ഏത് വർഷം? ഇതിപ്പോൾ മാർച്ച് 31 എന്നാണ്. അപ്പോൾ എന്ന് വരെ പോകണം? ഡിസംബർ വരെ പോട്ടെ? മാർച്ച് 31 വരെയല്ല അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയർ, അതാ പുതിയ വാക്ക്. ആകെ പ്രശ്നമാണ് സർ. അത് ഫിനാൻഷ്യൽ ഇയർ അല്ലേ? ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ അങ്ങനെ എന്തൊക്കെ ഇയർ ഉണ്ട്? ജനുവരി 1 തൊട്ട് ഡിസംബർ 1 എന്ത് വിളിക്കും?
ജനുവരി 1 തൊട്ട് ഡിസംബർ 31. 1 year. 1 year. അല്ല ഇതൊക്കെ 1 ഇയർ അല്ലേ? 1 ഇയർ അല്ലേ ഇപ്പോൾ ഉദ്ദേശിച്ചത്? അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 360 ദിവസം അല്ലെങ്കിൽ അങ്ങനെ ആ ലെവലിൽ. കലണ്ടർ ഇയർ, അക്കാഡമിക് ഇയർ, ഇതൊക്കെ പലതരത്തിലുള്ള ഇയർ ആണ്. ഇങ്ങനെ പല ഇയർ ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ, അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ജൂൺ 1 തൊട്ട് നമ്മുടെ നാട്ടിൽ ജൂൺ 1 തൊട്ട് അല്ലേ? ജൂൺ മാസമല്ലേ അക്കാഡമിക് ഇയർ തുടങ്ങണേ? ആം ഐ റൈറ്റ്? യെസ് സർ. കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി 1 ഇനി അത് തന്നെ കലണ്ടർ ഇയർ എന്നുള്ള സാധനം ക്രിസ്ത്യൻ എറ ഉണ്ട്. അതാണ് ഇപ്പം നമ്മൾ ലോകത്തൊക്കെ പോകുന്നത്. മലയാള മാസം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? മലയാള മാസം മലയാള മാസമല്ല, മലയാളം കലണ്ടർ, തമിഴ് കലണ്ടർ, മലയാളം കലണ്ടർ ഇയർ ഉണ്ട്. ചിങ്ങം, കന്നി, ഇപ്പം ഏത് മാസമാണ്? തുലാമാസമാണ് ഇപ്പം നടക്കുന്നത്. ഇങ്ങനെ പലതും ഉണ്ട്. ജനറൽ ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. പല ഇയർ ഉണ്ട്. അതിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതും എല്ലാ രാജ്യത്തും ഒരേപോലെയാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നില്ല ഇപ്പം എല്ലായിടത്തും ഒരേപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ പോകുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ അതാണ്. എല്ലായിടത്തും അങ്ങനെ എല്ലാ കാലത്തും ആയിരുന്നു. എനിക്കിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. നോർമലി ബിക്കോസ് ഓഫ് ദിസ് ഫൈനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ ഓൾ ഹാപ്പനിങ് എല്ലായിടത്തും അതിലേക്ക് വന്നിട്ടുണ്ടാകാം. ഫൈൻ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി, അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടെന്ന് നമ്മുടെ അനന്തു ഈസ് സെയിങ്. ദാറ്റ് ഇസ്, അപ്പോൾ ഇതിനൊക്കെ ചുരുക്കം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു സൈക്കിൾ ഉണ്ട്. ഒരു സൈക്കിൾ വേണമെന്ന് പറയാണ്. ഒരു സൈക്കിൾ. ആ സൈക്കിൾ കഴിഞ്ഞ് പിന്നെ ആ സൈക്കിൾ കറങ്ങും. ഒരു സർക്കംഫറൻസ് ഉണ്ട്. ആ സർക്കംഫറൻസ് വരും, പിന്നെയും കറങ്ങും, പിന്നെയും സർക്കംഫറൻസ്, പിന്നെയും കറങ്ങും, പിന്നെയും കറങ്ങും. ഒരു സർക്കംഫറൻസ് ഉണ്ട്. അല്ലാതെ ഇതിനെ ഇങ്ങനെ പോലെ ഇങ്ങനെ അങ്ങ് തുറന്നങ്ങ് വിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ സൈക്കിൾ? വാട്ട് ഈസ് ദിസ് സൈക്കിൾ? ആർക്ക് വേണ്ടിയാണ് ഈ സൈക്കിൾ? ആ സൈക്കിൾ, ഒരു സൈക്കിൾ കഴിയാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സേയിങ് ദിസ് സൈക്കിൾ ഇസ് കംപ്ലീറ്റഡ്? അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആർക്ക് വേണ്ടിയാണ് ആ സൈക്കിൾ? ഹൗ ആർ വി ഡിഫൈനിങ് ദാറ്റ് സൈക്കിൾ? ഇതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകുമ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ദർ ഷുഡ് ബി സം റിപ്പോർട്ടിങ്. എന്തൊക്കെയോ റിപ്പോർട്ടിങ് നടക്കേണ്ടതുണ്ട്. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? എന്ത് റിപ്പോർട്ടിംഗ് ആണ്? ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് എടുക്കൂ. ഒരു ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഒരു ബാങ്ക് മാനേജർ ബാങ്ക് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയാണ്. ഒരു ബാങ്ക് മാനേജർ എന്ത് റിപ്പോർട്ടിംഗ് ആണ് വാട്ട് ഹി ഷുഡ് ഗെറ്റ്? ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല വാക്ക് പറയാം, ഒരു ഷെയർ ഹോൾഡർ, അയാളുടെ സൈക്കിൾ എന്താണ്? ഒരു കസ്റ്റമർ, അയാളുടെ സൈക്കിൾ എന്താണ്? ഒരു ഓഡിറ്റർ. ഇതാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ അക്കൗണ്ടിങ് സാധനം ഒരു ഭാഷയാണെന്നും നോവൽ പോലെയാണ് മറ്റേത് പോലെയാണ് വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മൾ മറ്റേത് പഠിക്കുമ്പോൾ സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയർമാരൊക്കെയാണ് മാത്തമാറ്റിക്സ് എന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റേ സാഹിത്യകാരന്മാരും മറ്റവരും സമൂഹം കുട്ടികൾ, വർക്കേഴ്സ്, ജോലിക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ലിറ്റററി ലാംഗ്വേജ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. And I said there are people, bank manager, shareholder, customer, shareholders, investors, ഇങ്ങനെ പല ആൾക്കാർ, ഓഡിറ്റേഴ്സ്, ഇങ്ങനത്തെ there are a lot of people and they അവരാണ് ഈ ഫിനാൻഷ്യൽ സൊസൈറ്റിയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഇവർക്കൊക്കെ ഓരോരോ റോൾ ഉണ്ട്. സോ ഇവർക്കൊക്കെ അതിൻ്റെതായ സൈക്കിൾസ് ഉണ്ട്. ഇവർക്കൊക്കെ ഓരോ സൈക്കിൾസ്, ഇവർക്ക് എല്ലാവർക്കും സൈക്കിൾ ഉണ്ട്. ഈ സൈക്കിളിലൊക്കെ ഇത് നടക്കണം. അപ്പോൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ആകെ കോംപ്ലിക്കേറ്റഡ് ആയി. കാരണം ആർക്കുള്ള പീരീഡ്? ബാങ്ക് മാനേജറുള്ള പീരീഡ് ആണോ ഷെയർ ഹോൾഡറിനുള്ള പീരീഡ്? ഷെയർ ഹോൾഡറുള്ള പീരീഡ് ആണോ കസ്റ്റമറിനുള്ള പീരീഡ്? ഓഡിറ്ററിനുള്ള പീരീഡ് വേറെ എന്താണ്? പിടി കിട്ടിയ? ആർ യു വിത്ത് മീ? ഹലോ? യെസ്.
വിഷ്ണു എല്ലാവരും ഇല്ലേ? മനു? യെസ് സർ. അപ്പൊ ഈ അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ള കൺസെപ്റ്റ് ഇസ് കറക്റ്റ്. ഇത് 4th പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് നമ്മൾ എടുക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള നമ്മുടെ അടുത്ത ലാസ്റ്റിലേക്ക് നമ്മളിപ്പോൾ കയറി ഒഴുകി പോകുന്ന നമ്മുടെ അടുത്ത സെഷനിലേക്കുള്ള ഒഴുക്കിൻ്റെ തുടക്കം ഇവിടെ തന്നെയാണ്, ഈ പീരീഡാണ്. അപ്പോൾ ഈ പീരീഡും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ ബന്ധമുണ്ട്. കാരണം എല്ലാവർക്കും ഒരേ തരം റിപ്പോർട്ടിംഗ് അല്ല നടക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരേ തരം ചക്രമല്ല എന്നുള്ളത്. സംഗീതത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക താളമുണ്ട്, ആ താളത്തിന് 8 ബീറ്റേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആദ്യ താളം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ നമ്മളിങ്ങനെ കൈയൊക്കെ അടിച്ച് പിടിക്കില്ലേ, 8 ബീറ്റിൽ ഒരു താളം കഴിയുമായിരിക്കും. അതേസമയത്ത് വേറെ താളം വരുന്നു 14 ബീറ്റ് തീരുന്ന താളം, വേറൊരു താളം 6 ബീറ്റ് തീരും, വേറൊരു താളം 16 ബീറ്റിലായിരിക്കും തീരുന്നത്. മനസ്സിലായില്ലേ? അത്ര വരുമ്പോഴായിട്ട് താളം കിട്ടുകയുള്ളൂ. ഭൂമി ചൊന്ന അച്ചുകൊണ്ടിൽ കറങ്ങുന്നത് ഒരു 24 മണിക്കൂർ കൊണ്ടാണ്. ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത് ഇത്രയും ദിവസം കൊണ്ടാണ്. അപ്പോൾ ഈ താളങ്ങളെ ഈ സൈക്കിളൊക്കെ വ്യത്യാസമുണ്ട്, ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റംസും വ്യത്യാസമുണ്ട്. ആ റിപ്പോർട്ടിംഗ് സിസ്റ്റംസ് പലതാണ്. ഡേ ബുക്ക് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം, ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അത് ഡെയിലി റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്. നിങ്ങൾ കേട്ടിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഒരു ലാഭത്തിൻ്റെ സൂചന. അപ്പോൾ ലാഭം എല്ലാ ദിവസവും ലാഭമാണോ, ഇന്ന് ലാഭമാണോ, നാളെ ലാഭമാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷെയർ ഹോൾഡർ, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ വന്നിട്ട് എല്ലാ ദിവസവും വന്ന് ചോദിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫിനോട്, ഇന്ന് ലാഭമാണോ, ഇന്ന് ലാഭമുണ്ടോ, ഇന്നത്തെ ലാഭം എടുത്തേ എന്ന് ചോദിച്ചുകൊണ്ട് പോവുമോ? അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ലാഭം കാണിക്കാൻ പറ്റുമോ? സാറേ ഇന്നത്തെ ലാഭം പറയാം സാറേ, ലാഭം ഇത് കുറച്ച് നേരം കാശ് കിട്ടാനുണ്ട്, കുറച്ച് നേരം സ്റ്റേറ്റ്മെന്റ് വരാനുണ്ട്. മനസ്സിലായില്ലേ? ഓർഡർ വന്നു, നിങ്ങളുടെ കണക്കുകളൊക്കെ ശരിയായിട്ടാണ് വെച്ചിരിക്കുന്നത്, എനിക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞു ഡെയിലി വന്നുകൊണ്ട് എനിക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിറ്റർ വന്നിട്ട് ഐ വാണ്ട് ടു ചെക്ക് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അക്കൗണ്ടിന്റെ പുറകെ നടന്നിട്ട് എനിക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. I am stopping my sharing today.